നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണത്തെ വരവേൽക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുമ്പോൾ ഓണത്തിൻ്റെ വിശേഷങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ പരിപാടിയുടെ പേര് അവതാരകരുടെ ഓണം. നമ്മൾ 5 അവതാരകരുണ്ട്. അവരുടെ ഓണവിശേഷങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ട് പങ്കുവെക്കുന്നുകൊണ്ടാണ് അതിന് അവതാരകരുടെ ഓണം എന്ന് പേരിട്ടിരിക്കുന്നത്. ആ പേരിൻ്റെ മറ്റുള്ള അർത്ഥങ്ങൾ മറ്റൊന്നും നമ്മൾ നോക്കുന്നില്ല, ചുമ്മാ ഒരു പേരിട്ടുന്നേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് വെള്ളത്തിലാണോ എന്ന് ചോദിച്ചാൽ വെള്ളത്തിലാണോ? വെള്ളത്തിലല്ല. കരയിലാണോ എന്ന് ചോദിച്ചാൽ കരയിലും അല്ല. അപ്പം പ്രേക്ഷകർക്ക് പിന്നെ ഇത് എവിടെയാണ് ഉള്ളതെന്ന്, വെള്ളത്തിലും കരയിലും അല്ലാത്തൊരു സ്ഥലത്താണ് നമ്മളൊരു ഹൗസ് ബോട്ടിലാണ് ഉള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തുന്ന ഹൗസ് ബോട്ട്. മലബാറിൽ ആദ്യമായിട്ട് ഒരു ഹൗസ് ബോട്ടെന്ന് വിവാഹം നടക്കുക. അങ്ങനെ മലബാറിൽ നടന്ന ഹൗസ് ബോട്ടാണ്. ആ ഒരു ഹൗസ് ബോട്ടിൻ്റെ കൂടെ ഒരു ഹൗസ് ബോട്ടാണ്. അപ്പോൾ അതാണ് കന്യക. ജല റാണിയിൽ വെച്ചിട്ടാണ് പിന്നെ വിവാഹം നടന്നത്. അങ്ങനെ വലുതും ചെറുതുമായിട്ട് ഒരുപാട് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരാം. ഹൗസ് ബോട്ടിൽ നമ്മുടെ എന്താ പറയുക, പിന്നെ വളവട്ടണം പുഴയും പറശ്ശിനി പുഴയൊക്കെ ഇങ്ങനെ തഴുകി തലോടിക്കൊണ്ട് ഹൗസ് ബോട്ടിലൂടെ ഉല്ലാസയാത്ര നടത്താം. ചെറുതും വലുതുമായിട്ട് ഒരുപാട് പ്രോഗ്രാംസ്, അത് നമ്മുടെ മീറ്റിംഗ് ആയി കഴിഞ്ഞാൽ മെൻ്റർനെയിം പ്രോഗ്രാം എല്ലാം നടത്താൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ഈ ഹൗസ് ബോട്ടുണ്ട്. ആ കാര്യം പ്രത്യേകം പറഞ്ഞുകൊണ്ട് നമ്മളുള്ളത് ഈ ഒരു ഹൗസ് ബോട്ടിലാണ്. കരയിലുമല്ല, കടലിലുമല്ല, വെള്ളത്തിലുമല്ല, നമ്മൾ ഹൗസ് ബോട്ടിലാണ്. നമ്മുടെ ഈ പരിപാടി പേര് നേരത്തെ പറഞ്ഞു അവതാരകരുടെ ഓണം. നമ്മൾ 5 അവതാരകരുണ്ട്. അതിൽ 3 ചുറുചുറുക്കുള്ള പുരുഷന്മാരും 2 കുറുമ്പികളായ പെൺകുട്ടികളുമാണ് നമ്മുടെ ഈ ഒരു അവതാരകരുടെ ഓണത്തിലുള്ളത്. ഇപ്പം വളരെ മാന്യമായിട്ട് ഇരിക്കുന്ന കാണും. എന്നെ അവർ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി അനങ്ങാതിരിക്കും, അവർ പറഞ്ഞോളും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഓണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാണ്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഏത് മാസത്തിലാണ് ഓണം? നമ്മളിപ്പോൾ ഏത് മാസത്തിലുള്ള എന്ത് ചിങ്ങം? പൊന്നിൻ ചിങ്ങം. ഈ പൊന്നിൻ ചിങ്ങം എന്ന പേര് പറയാൻ കാണുന്നതാ? പൊന്ന് വിളയുന്നതുകൊണ്ടല്ല. അല്ല, ഈ പൊന്ന് വിളയുക മീൻസ് ഈ പച്ചക്കറികളും അതൊക്കെ ഇങ്ങനെ വിളവിന്റെ കൂടിയാണ് ഓണം. അതുമല്ല. അത് എൻ്റെ ഒരു പ്രത്യേകത വെച്ചാല് പൊന്നിൻ ചിങ്ങമാസം എന്ന് പറയാൻ കാരണം വെച്ചാല് ഓണത്തിനൊരു നിറമുണ്ട്. എന്താ പറയുക? പൂക്കളുടെ നിറം, സ്വർണ്ണത്തിന് നിറമാണ്. അതായത് ഓണത്തിന് നിറം മഞ്ഞയാണ്, സ്വർണ്ണത്തിന് നിറമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഓണം നമ്മൾ പൊന്നിൻ ചിങ്ങമാസം വരുന്നതുകൊണ്ടാണ് പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് പറയുന്നത്. എങ്കിൽ പൊന്നിൻ ചിങ്ങമാസം തിരുവോണം നമ്മൾ ഇംഗ്ലീഷ് മാസം ഏത് ഡേറ്റിനാണ് തിരുവോണം? സെപ്റ്റംബർ. ഏത് ഡേറ്റ്? തിരുവോണം. അപ്പം പ്രേക്ഷകർ കേൾക്കുന്നുണ്ട്, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. മലയാള മാസത്തില് ഏതാ ഡേറ്റ്? ഇതെന്താ മലയാളം പീരീഡ് ആണോ? അല്ല, സയൻസ് പിന്നെ എടുക്കുമ്പോൾ പറയാം. നമ്മളെ മലയാള മാസത്തില് ചിങ്ങമാസത്തിലെ ഏത് ദിവസം ഡേറ്റ് വരുവാ? അറിയില്ലല്ലോ. അറിയില്ല. പറയൂ. അറിയില്ല. അതാ നമ്മൾ ഈ അവതാരകരുടെ ചില പ്രശ്നമാണ്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കാറില്ല. ഞാൻ ഇവർ ഓർത്ത് വെച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അത് ആലോചിച്ചില്ല. അതെനിക്ക് നേരത്തെ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ അത്തം 10-നാണെന്നറിയാം. അത്തം 10-നാണ് പൊന്നോണം. അത്തം 10-നാണ് പൊന്നോണം. അപ്പൊ ഡേറ്റ് 10-ആം തീയതി പറയേണ്ട ഒരു പണി. അതല്ല, അത്തം തുടങ്ങിയിട്ട് 10 ദിവസം ആകുമ്പോൾ 10 5-ാം തീയതിയായിട്ടാണ് തിരുവോണം വരുന്നത്. അല്ല, അത് ഇംഗ്ലീഷ്. നമ്മള് മലയാളം നോക്കാറില്ല. ശരി. അപ്പൊ നമ്മള് ഈ അത്തം 10 എന്ന് പറഞ്ഞാൽ എന്നാ അന്വേഷിച്ച് മനസ്സിലായോ? അത്തം തുടങ്ങിയിട്ട് 10 ദിവസം പൂക്കൾ ഒരുക്കുമ്പോഴാണ് തിരുവോണം വരുന്നത്. പക്ഷെ നമ്മൾ മലയാള മാസം എത്രാം തീയതിയാണ് തിരുവോണം വരുന്നത്? പറഞ്ഞാൽ ആർക്കും അറിയില്ല. നവ്യാട്ടം പറയും. അല്ല, എനിക്കറിയില്ലല്ലോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ വായി തുറന്ന പിന്നെ നമുക്ക് പറയാൻ പറ്റൂല. നേരത്തെ പറഞ്ഞെടുക്കുകയാണ്. കാരണം നമുക്ക് അറിയാത്ത കാര്യമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ അറിയാത്ത കാര്യങ്ങൾ അറിയുന്ന നമ്മളെക്കാൾ പ്രായമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാന്നാണ്. അതുകൊണ്ടാണ് നവീൻ ചേട്ടന്റെ അടുത്ത് ചോദിക്കുന്നത്. പ്രായമുള്ള നവീൻ ചേട്ടൻ പറയൂ. അല്ല, അതല്ലേ ഞാൻ നിങ്ങളോട് ചോദിച്ചത്. നമുക്ക് ഇംഗ്ലീഷ് മാസങ്ങളൊക്കെ അറിയുള്ളൂ, മലയാളം മാസം അറിയില്ല. ഇംഗ്ലീഷ് അറിയുള്ളൂ. എവിടെ സ്വന്തം സ്ഥലം? എവിടെയാ സ്വന്തം സ്ഥലം? ട്രിവാൻഡ്രമാണ്. അങ്ങനെയല്ല, കണ്ണൂർ. എവിടെ? കണ്ണൂർ നല്ല പയ്യാമ്പലമാണ്. പയ്യാമ്പലം നല്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉറങ്ങുന്ന നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അതിമനോഹരമായ കടൽ തീരത്താണ് താമസിക്കുന്നത്. ദിവ്യ. പേര് മാറ്റിയിട്ടില്ല. ദിവ്യ ട്രിവാൻഡ്രത്താണോ ദിവ്യ കണ്ണൂർ നിന്നാണോ? ഞാൻ അങ്ങനെ എന്റെ അടുത്ത് ആരും അങ്ങനെ ചോദിക്കാറില്ല. കണ്ണൂരുള്ളപ്പോ ഞാൻ പറയും കണ്ണൂർ ദിവ്യ, ഞാൻ ട്രിവാൻഡ്രം ദിവ്യ. കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് ദിവ്യ. അപ്പൊ ഓരോ സ്ഥലത്തും പേര് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സ്ഥലം മാറിക്കൊണ്ടിരിക്കും. നല്ല കാര്യം. ഇപ്പൊ തൊട്ടടുത്തേക്ക് നമ്മുടെ നന്ദന എന്ന കാർത്തിക പുരം. ഇവിടെ എന്താ പറഞ്ഞത്? എന്താണ് നന്ദന? എനിക്കിട്ട പേര് നന്ദന കാർത്തിക.
നിങ്ങൾക്കിട്ട പേര് കാർത്തിക എന്ന് പറയുന്നത് എന്റെ നാളാ. ആ. അപ്പൊ കാർത്തിക കൂടെ ചേർത്ത്. അത് ശരി. ഞാൻ എന്റെ വിമൽ കുമാർ അല്ല അത് പറഞ്ഞ ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽ കുമാർ. അതേ ഇപ്പൊ നന്ദനയുടെ പിന്നെ നക്ഷത്രം കാർത്തികയാണ്, അതുകൊണ്ട് നന്ദന കാർത്തിക, കുഴപ്പമില്ല. ദിവ്യയുടെ നക്ഷത്രം എന്താണ്? തൃക്കേട്ട. അപ്പം ദിവ്യ തൃക്കേട്ട. അപ്പം പറയും കേട്ടു ചേട്ടാ, കേട്ടു ചേട്ടാ. അന്വേഷിന്റെ നക്ഷത്രം ഉത്രം. ഉത്രം. അന്വേഷ് ഉത്രം. കുഴപ്പമില്ല. ശ്രീത്തിൻ്റെത് അശ്വതി. ആ ശ്രീജേഷ് അശ്വതി. കൊള്ളാം, അത് കുറച്ചൊരു batch ഉണ്ട്. ഏത് നാളാ കിട്ടാൻ വേണ്ടി നോക്കി മനസ്സിലായി. മൂലം കിട്ടാൻ വേണ്ടി. അതല്ല ഏതൊക്കെ നോക്കാണെന്നാണ്. എന്റെ നക്ഷത്രം എന്ന് വെച്ചാല് 16,008 കാമുകിമാരുള്ള നക്ഷത്രം. പക്ഷെ എനിക്ക് ഒരു കാമുക പോലും ഇല്ല. അതാ ഭയങ്കര കല്യാണം കഴിച്ചില്ല. കല്യാണം കഴിച്ചിട്ടുണ്ട്. അത് ഭാര്യ, കല്യാണം കഴിച്ചിട്ട് അത് ഭാര്യ. ഇങ്ങനെ സൂക്ഷിക്കണം. അതാണ്. അല്ല, അതല്ല അങ്ങനെ. ഇന്നത്തെ കാലത്ത് കല്യാണം കഴിച്ചവർക്കാണ് ഏറ്റവും കൂടുതൽ കാമുകിമാരുള്ളത്. സേഫ് ആണല്ലോ, സേഫ് അല്ല ശരി സോണിലാണല്ലോ പോകുന്നത്. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കാമുകിമാര്, പെൺകുട്ടികളെ സംബന്ധിച്ചോളം കാമുകിമാര്. സത്യമാണ്. എന്റെ നക്ഷത്രം രോഹിണി. കൃഷ്ണന്റെ നക്ഷത്രം. കൃഷ്ണ നക്ഷത്രം. ഓക്കെ. പിന്നെ നന്ദന താമസിക്കുന്നത് ഇപ്പം നടുവിൽ. ആലക്കോട് നടുവിൽ. ഓക്കെ. അപ്പൊ അടുത്ത നമ്മുടെ അന്വേഷ് ആശ. യെസ്. ഈ ആശ എന്ന് പറയുന്നത് അമ്മയുടെ പേരാണ്. അമ്മയുടെ പേരാണ്. അമ്മയുടെ പേരാണ്. അപ്പൊ നമ്മൾ അധികം ആൾക്കാരും പിന്നെ അച്ഛന്റെ പേരൊക്കെ ആരാണ്ട്. പക്ഷെ ഇത് 2-3 പേർക്കേ ഉള്ളൂ. ഒന്ന് ബാബ കല്യാണി, അനിലേഷ് ആർഷ. അതായത് ബാബ കല്യാണി മോഹൻലാൽ സിനിമ കഥാപാത്രത്തിന്റെ പേര്. ബാബ കല്യാണി, അങ്ങനെ 3 പേർക്ക്. പിന്നെ വേറെ മൂന്നാമത്തെ ആള് ഒരാളും കൂടി ഉണ്ട്. അതാണ് ഞാൻ ഓർത്തെടുക്കുന്നത്. ഒരാളുണ്ട് കേട്ടോ. ഒരാളുണ്ട്. 3 പേർക്കേ ഉള്ളൂ. അന്വേഷ് ആർഷ. ഇന്ത്യയിൽ ആകെ ഒരു പേരില്ല. അത്രയും പ്രശസ്തമായ. അന്വേഷ് ഇപ്പൊ താമസിക്കുന്ന എവിടെയാ? ഞാൻ കണ്ണൂരിലെ കടമ്പൂരാണ്. ഓക്കെ. അപ്പൊ അന്വേഷ് നമ്മുടെ പിന്നെ നന്ദന സ്റ്റേജ് ആങ്കറാണ്, പിന്നെ സിംഗറാണ്, പിന്നെ മാത്രമല്ല ഇപ്പം ഭയങ്കര സംഭവം ഡീജന്റെ ഈ വാട്ടർ ഡ്രംസ് ഫുൾ വെള്ളത്തില ഫുൾ വെള്ളത്തിലുള്ള പരിപാടിയേ ഉള്ളൂ അല്ലേ? ഇന്ന് വെള്ളം അടിക്കുന്നില്ലെന്ന് എന്നോട് ചോദിക്കല്ലേ? വെള്ളം അടിക്കാൻ പോകുന്നില്ലേ? വെള്ളം അടിക്കാറില്ല ചോദിക്കും. കറക്റ്റ് കാര്യമാണ്. ഓക്കെ. അന്വേഷ് പിന്നെ സ്റ്റേജ്, പിന്നെ TV ആങ്കർ, പിന്നെ സിംഗർ, പിന്നെ മാത്രമല്ല സിനിമ, ഒരു പുതിയ സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിന് മുന്നേ ലഘു സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകമുള്ള വ്യക്തിയാണ്. മറ്റേ നമ്മുടെ മിസ്റ്റർ ശ്രീജിത്ത്. എന്നാ ശ്രീജിത്ത് മുഴുവൻ പേര്? ശ്രീജിത്ത്. ഇപ്പൊ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ ശ്രീജിത്ത് കണ്ണൂർ എന്നുള്ള പേരിലാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ സാധാരണ ശ്രീജിത്ത്. റേഡിയോയിലായതുകൊണ്ട് RJ ശ്രീജിത്ത് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് പോകുന്നത്. TV, പിന്നെ റേഡിയോ, പിന്നെ ഏഷ്യാനെറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാദേശിക ചാനൽ അവതാരകനായിട്ട് തുടങ്ങി. പിന്നെ അതിനുശേഷം FM ഏഷ്യാനെറ്റ് റേഡിയോയിൽ ഗൾഫിൽ കുറച്ചാലും വർക്ക് ചെയ്തു. പിന്നെ കണ്ണൂർ ബെസ്റ്റ് FM ഒരു 10 വർഷം. ഇപ്പൊ ആങ്കറിങ്, വോയിസ് വർക്കുകളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഡബിംഗ് ആർട്സ് കൂടിയാണ്. ഡബിങ് ചെയ്യാറുണ്ട് അല്ലേ? കാരണം മിമിക്രിയിൽ ആദ്യമായിട്ട് നമ്മുടെ ദിലീപിന്റെ ശബ്ദമൊക്കെ മിമിക്രി സ്കൂള് കോളേജൊക്കെ പഠിക്കുന്ന സമയം മുതൽ മിമിക്രി എല്ലാം ചെയ്യാറുണ്ട്. അന്വേഷ് മിമിക്രി ഉണ്ടോ? ഇല്ല, ഞാൻ മിമിക്രി ഇല്ല. അപ്പൊ ഞാൻ പിന്നെ ശ്രീജിത്ത് മിമിക്രി വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മള് നവീൻ മിമിക്രി ഞാൻ നവ്യായിട്ട് സകലകലാവല്ലഭൻ. ഇപ്പൊ റീൽസ് ഒക്കെ കാണാറില്ലേ? ചെറുത് അതൊക്കെ നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കാറില്ല. അതാണ് ഞാൻ ശ്രദ്ധിക്കാറില്ല, കാണുന്ന ശ്രദ്ധിക്കാറില്ല, ആരും ശ്രദ്ധിക്കാറില്ല. നവീന്റെ കാര്യം പറയുമ്പോ നവീ ഒരു കാലത്ത് നമ്മളുടെ കുറച്ച് മുന്നുള്ള കാലത്ത് ഒരു താരമായിരുന്നു. ഇപ്പോഴും താരം തന്നെയാണ്. സത്യല്ലേ? താരം തിളങ്ങുന്നവര് തിളങ്ങുന്നില്ലേ? അതായത് നവീനാണ് ഈ റോഡ് ഷോയുടെ ഒരു ഫൗണ്ട്, ഉപജ്ഞാതാവ് എന്നൊക്കെ പറയുന്ന നവീൻ ഈ കൊസ്രാക്കുള്ളി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ കൊസ്രാഘട്ടത്തിൽ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു അതായത് ഒരു പ്രത്യേക ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെന്നല്ലേ. നവീൻ എവിടെ പോകുന്ന സമയത്ത് ആരാധകന്മാര് കൂടുക, നവീനെ പിറകെ പോവുക. അതെ. എന്നിട്ട് നവീനെ ഈ ഒരു പിന്നെ ഒരു എത്ര 100ാമത്തെ എപ്പിസോഡിന്റെ 2000 എപ്പിസോഡ് ടോട്ടൽ 2000 എപ്പിസോഡ് പൂർത്തിയായ സമയത്ത് നവീൻ ഒരു പിന്നെ എന്താണ് ഒരു ആദരവ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ണൂർ മസ്കോട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കൂടെ നവീന്റെ കൂടെ പെയർ ചെയ്ത ആ കുട്ടിക്ക് ഒരു ആദരവ്. അന്ന് ഞാനിങ്ങനെ എങ്ങനെ ഈ പരിപാടി കാണും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അള്ളിപ്പിടിച്ച് എങ്ങനെയല്ലോ ഒരു ടിക്കറ്റൊക്കെ ഒപ്പിച്ചെടുത്ത് കണ്ടതാ. അന്നും നവീന് താരം തന്നെയാണ്, ഇന്നും നവീൻ താരം തന്നെയാണ്. അന്നും നവീൻ ചേട്ടൻ കാണാൻ ഇതുപോലെ തന്നെയാണ്, ഇന്നും ഇതുപോലെ തന്നെയാണ്. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? ഞാനും ഇതുപോലെ ഒരു റോഡ് ഷോയുടെ ഇങ്ങനെ റോഡ് ഷോ ചെയ്തുകൊണ്ടിരിക്കുവാണ് പുള്ളി. അപ്പോഴാണ് ഞാനും ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു വരുവാണ്. അപ്പൊ ഓടി വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത്, ഡ്രൈവർ ഇല്ലാതെ വണ്ടിയോ സ്ക്രൂ ഡ്രൈവർ ആ ക്വസ്റ്റ്യൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. പിന്നെ അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തോ
എന്താ ടെലിഫിലിം ചെയ്തു അല്ലേ, ടെലിഫിലിം ചെയ്തു, ആങ്കറിങ് ചെയ്തു, സ്റ്റേജ് പ്രോഗ്രാം ചെയ്തു, കുറേ പ്രോഗ്രാംസ് നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം നമ്മുടെ മറ്റൊരു പ്രാദേശിക ചാനലിലൂടെയാണ് ചക്കരക്കല്ല് വെച്ച് ഇതേപോലത്തെ ഒരു ഓണത്തിന്റെ ഷോയിൽ വെച്ചാൽ ഞാൻ നിങ്ങൾ സുമിത്ത് രാഘവ് സുമിത്ത് കൂടിയിട്ട് ഇതേ തരത്തിലുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മൾ തുടങ്ങിയിരിക്കുക അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞാലുണ്ടല്ലോ റോഡ് ഷോ ആദ്യമായിട്ട് തുടങ്ങിയ നവിയല്ലേ, ആദ്യമായിട്ട് റോഡ് ഷോ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് വേറെ മറ്റു റോഡ് ഷോ അതായത് റോഡിലൂടെ ഇങ്ങനെ നടന്ന് പോയ വ്യക്തി ഞാൻ ഇപ്പൊ അത് ചെയ്തോണ്ടിരിക്കുന്നു. രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ എപ്പിസോഡ് ചെയ്യുമ്പോൾ പല ലൈവായിട്ടുള്ള ആൾക്കാരോട് അല്ല പിന്നെ ഒരുപാട് നമ്മളിപ്പം പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മള് അതിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാല് ഈ നമ്മൾ ഓണത്തിന്റെ സമയത്ത് നമ്മൾ പരിപാടിക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ എന്ന് പറയും ഓണമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കണം. വിഷുവിന് പോകുമ്പോൾ വിഷുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് പെരുന്നാളാകുമ്പോൾ അത് സംബന്ധിച്ച് ഇപ്പം ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത് എന്നോട് പറഞ്ഞാൽ എന്താ ചോദിക്കുക, ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം ചോദിക്കുക, നമ്മള് പിന്നെ അത്തത്തെ നമ്മൾ പൂട്ട് തുടങ്ങി കഴിഞ്ഞാല് 10 ദിവസം ആകുമ്പോൾ തിരുവോണമാണ്. അപ്പൊ തുടക്കം അത്തമാണ്, പിന്നെ 10 ദിവസം എത്തുമ്പോൾ തിരുവോണം, അതോടെ ഓണം കഴിയും എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും മടക്കി പോകും. ഞാൻ മലയാളത്തിലെ ഓണത്തിന്റെ അവസാനം എന്താ, ഞാനത് നമ്മുടെ പിന്നെ അതിന്റെ ഡയറക്ടറോട് ചോദിച്ചു. മലയാളത്തിലെ ഓണത്തിന് ഞാൻ ഓണം മലയാളികളാണല്ലോ, അപ്പൊ അതുകൊണ്ട് മലയാളത്തിന്റെ ഓണത്തിന്റെ അവസാനം എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഓരോ ഓണത്തിന്റെ അവസാനം എന്നാ പറഞ്ഞാൽ നമ്മളെല്ലാം ഭക്ഷണം കഴിയുന്നത് ഇല്ലെങ്കിൽ അടി കണ്ട് സിനിമ പോകുന്നു കഴിഞ്ഞു. നമ്മുടെ ഒരു ഫണ്ണിയാണ്. അപ്പൊ എന്താ നമ്മല്ല അമ്മല്ലടോ, അടപ്പം വൃത്തം. കാരണം വെച്ചാല് ഓണത്തിന് പൂക്കളം തീർക്കുന്നത് വൃത്താകൃതിയിലാണ്. അതുകൊണ്ട് തന്നെ ഓണത്തിന്റെ അവസാനം എന്താണ്? വൃത്തം. പൂജ്യം. ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല. ഞങ്ങൾ ചോദിക്കും ഓണത്തിന്റെ അവസാനം ചോദിച്ചാൽ പറയും എം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോകും. അതാണ് മലയാളത്തിലെ ഓണം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് ഓണത്തിന് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഓണത്തിൻ്റെതായിട്ടുള്ള ഒരു സംഭവം അല്ലേ. ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്ന തന്നെ ഓണത്തെ പറ്റിയിട്ടാണ്. അപ്പൊ ഇനി പിന്നെ പറയൂ മേഡം, പറയൂ നന്ദന മേഡം പറയൂ, എന്താണ് നിങ്ങളുടെ ഓണത്തില് ഈ മറക്കാനാവാത്ത ഓണത്തിന്റെ വിശേഷങ്ങൾ ഇത്രയും വർഷമായിട്ട് ആങ്കറിംഗ് മേഖലയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ? ഇപ്പോഴത്തെ ഓണം അല്ല ഓണം, നമ്മുടെ പഴയ കാലത്തെ ഓണമാണ്. കാരണം എനിക്ക് അത്രയും വയസ്സായി നല്ല മുൻകൂട്ടി പറഞ്ഞത് പഴയ കാലം ഏകദേശം എത്ര വർഷം പിന്നോട്ട് പോകണം? അത്ര വർഷം അറിയില്ല. അപ്പൊ എന്റെ തറവാട്ടിലെ ഓണാണ് എനിക്ക് എപ്പോഴും സ്പെഷ്യല്. എന്റെ അമ്മ വീട് ഒരു വലിയൊരു തറവാടാ. അപ്പൊ എന്റെ എല്ലാ ബന്ധുക്കളും അവിടെ ഓണത്തിന് ഒത്തുകൂടും. നമ്മൾ ഊഞ്ഞാല് കെട്ടും, ഊഞ്ഞാലാടും, എല്ലാവരും പൂക്കളിടും, എല്ലാവരും ഒരുമിച്ച് സദ്യ ഉണ്ണും. അങ്ങനൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും സദ്യ തന്നെ ഉണ്ടായിരുന്നേ. സദ്യ തന്നെ. ഇവിടെ ഈ ചിക്കൻ, മീൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സദ്യ മാത്രം. അറിയോന്നറിയില്ല. തേർത്തല്ലി പെരുവട്ടം അമ്പലത്തിന്റെ അങ്ങോട്ടാണോ? തേർത്തല്ലി അങ്ങോട്ട് പെരുവട്ടം എന്നുള്ള സ്ഥലം. തളിപ്പറമ്പ് കഴിഞ്ഞ് അങ്ങ് പോകണം. ശരിക്കും പറഞ്ഞാൽ തേർത്തല്ലി അങ്ങോട്ട് എന്റെ ഓർമ്മ മുതല് ഒരു 10-30 വയസ്സായല്ലോ. എന്റെ ഓർമ്മ മുതല് ഓർമ്മ വെച്ചത് അല്ല അത് വിട്ടേ ചർച്ച ചെയ്തില്ല. അപ്പൊ അതില് നമ്മളെ വീട്ടിലെന്ന് പറഞ്ഞാല് ഓണ ദിവസം മട്ടൻ ഉറപ്പാ. അന്നാണ് നമ്മള് വീട്ടില് തറവാട്ടിൽ നമ്മളീ ചേമ്പൻ തറവാട് എന്ന് പറഞ്ഞാൽ 10-24 ആള് താമസിച്ച വീടാ. അപ്പൊ ഒരാടിനെ വാങ്ങുക, ഒരാടിനെ നമ്മള് മൊത്തം വാങ്ങിയിട്ട് എടുക്കല. അപ്പൊ അന്ന് നമ്മൾ എടുക്കുക മട്ടൻ. അതായത് ഈ ഓണവും വിഷുവിനും അങ്ങനെയാണ് നമ്മൾ മട്ടൻ വാങ്ങുള്ളൂ. ഈ പിന്നെ സദ്യ എന്ന് പറയുന്നത് കൂടുതൽ നമ്മളെ അങ്ങോട്ട് തിരുവിതാംകൂർ തൃശ്ശൂർ ഭാഗത്തിൽ സദ്യ ഉള്ളത്. നമ്മുടെ ഈ മലബാറിലധികം ഞാനും ഇവിടെ ട്രിവാൻഡ്രത്തല്ല കണ്ണൂര് വന്നിട്ടാണ് ഓണത്തിന് ബിരിയാണി ഉണ്ടാക്കുന്നത്. നോർമലി നമ്മള് പഴയ കാലഘട്ടത്തിൽ നമുക്ക് പിന്നെ ഇറച്ചി വാങ്ങിക്കുന്നത്, മത്സ്യം വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ മാംസം വാങ്ങിക്കുന്നത് ഓണത്തിന് വിഷുവിന് മാത്രമേ വളരെ ആഗ്രഹിച്ചു ഇന്ന് ഇറച്ചി തിന്നാലോ. അതൊക്കെ ആയിരുന്നു ആ കാലം. സദ്യത്തില് തിരുവിതാംകൂറുകാർ അല്ലെങ്കിൽ തൃശ്ശൂർ ആ ഭാഗത്തുള്ള ആൾക്കാർ ഈ ഓണത്തിന്റെ 10 ദിവസം മാത്രമാണ് അവർ കൂടുതലായിട്ടും വെയിറ്റ് ഉപയോഗിക്കുന്നത്. നമ്മള് ഇത്രയും ദിവസവും സാമ്പാറും ചോറും പച്ചടികളായിട്ട് എപ്പോഴെങ്കിലും ഓണവും വിഷുവും വരുന്ന സമയത്താണ് കുറച്ച്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ മലബാർ ഏരിയയില് ദിവസവും ഓണമാണ്, എല്ലാ ദിവസവും ഓണ ഫുഡാണ്. അല്ല ശരിക്കും ഓണത്തിന് നല്ലതാണ്. പക്ഷെ പറഞ്ഞാൽ ഓണസദ്യ നല്ലത്. പക്ഷെ എല്ലയുടെ ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മള് തിരുവിതാംകൂറുകാരെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാവരും സദ്യ തന്നെ ഒരുപാട് അന്ന് മാത്രം മറ്റുള്ള മീറ്റൊക്കെ ഒഴിവാക്കിയിട്ട് സദ്യ തന്നെ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യണം ഇപ്പോഴത്തെ രീതികൾ. ശ്രീത്ത് എങ്ങനെ സദ്യ വീട്ടില് വൈഫിനെ സഹായിക്കുമോ? വീട്ടിൽ സഹായിക്കാറുണ്ടോ? ഞാൻ തന്നെയാ ചെയ്യാറ്. പാചകത്തിലേക്ക്
പാചകത്തിൽ കുറച്ച് കാര്യങ്ങളിൽ അറിയാം, അത്രേ ഉള്ളൂ. എന്താ അറിയുന്ന കാര്യം? എങ്ങനെ കട്ട് എന്ത് കട്ട് ചെയ്യാം? പച്ചക്കറിയൊക്കെ പച്ചക്കറി എങ്ങനെ എന്ത് വെണ്ടക്ക എങ്ങനെ കട്ട് ചെയ്യുന്നത് പറ. എങ്ങനെ വെണ്ടക്ക എങ്ങനെ കട്ട് ചെയ്യാം? എല്ലാം അറിയണം. വെണ്ടക്ക എങ്ങനെ കട്ട് ചെയ്യും? എങ്ങനെ വേണമെങ്കിലും കട്ട് അല്ല അത് ചെയ്യാം. അത് പച്ചമുളക് സാധനം നമ്മൾ കറിക്ക് അരിയുന്നത് എങ്ങനെയാ? പച്ചമുളക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും. അല്ല അതല്ല ശരിക്കും നമ്മൾ അതിന്റെ ഒരു സദ്യവട്ടത്തിന് ഒരുക്കുമ്പോ എങ്ങനെ ശരിക്കും സദ്യവട്ടത്തിന് പച്ചമുളക് ഇങ്ങനെയാണ് അത് നമ്മുടെ നൈഫ് ഉപയോഗിച്ചിട്ട് പകുതി വെച്ചിട്ടാണ് അങ്ങനെ കട്ട്. അല്ലാതെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യില്ല. അത് വേറെ ഓംപ്ലേറ്റ് അതുപോലെ ചെറിയ ചെറിയ കടി ഇപ്പം ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, നമ്മളൊരു ഈ മോരും ഇതൊക്കെ കൂട്ടിയിട്ട് ഇഞ്ചി ഉണ്ട്, അതിനൊക്കെയാണ് ഇതുവരെ. അല്ല കട്ട് ചെയ്യുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, എങ്ങനെ കട്ട് ചെയ്താലും നമ്മൾ ഫുൾ എല്ലാം കൂടി കുഴച്ചിട്ടാണല്ലോ കഴിക്കുന്നത്. പക്ഷെ എല്ലാ ഫുഡും റെഡിയാക്കി വെച്ച് ഓണത്തിന് നല്ല ഇലയൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് സദ്യ വിളമ്പുന്നത്? ഏറ്റവും പ്രായം കൂടി ആള് പറഞ്ഞ നല്ല എക്സ്പീരിയൻസ് ആദ്യം അവസാനം എന്ത് നല്ല ഒരു സദ്യ വെട്ടം. ആദ്യത്തെ ഞാൻ പറഞ്ഞുതരാം, അവസാനം നിങ്ങൾ പറയണം. പ്രിയപ്പെട്ട പ്രേക്ഷകർ തെറ്റെന്നെ ക്ഷമിക്കുക. നമ്മള് കുട്ടികൾ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിലെ മുതിർന്ന ആള് വരും. ആദ്യം നമുക്ക് തരുന്നത് നല്ലൊരു നാക്കില തൂശനില ആദ്യം ഇട്ടേ തുടക്കമായി. ഇനി പറഞ്ഞോ എന്നിട്ട് വിളമ്പുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് ആദ്യം എന്ത് കിട്ടി? ആദ്യം ഇല കിട്ടി. ആദ്യം ഉപ്പ് വെക്കണം. അപ്പം കറിക്ക് ഉപ്പിടാണ്ട് കറി വെക്കുക. ഉപ്പ് എന്തായാലും വെക്കണം. ഏതെങ്കിലും ഒരു കറിക്ക് ഉപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പോയി എടുത്തിട്ട് വരേണ്ട അടുക്കളയിൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഉപ്പ് അതിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഉപ്പ് അവിടെ വെക്കും. രണ്ടാമത് അന്തരം എന്താ? രണ്ടാമത് മറ്റേ ഉപ്പേരി പഴം ഉപ്പേരി അതൊക്കെ സ്നാക്സ് ഐറ്റംസ് കുറച്ച് സൈഡിൽ വെക്കും. ഉപ്പേരി പഴം പപ്പടം പിന്നെ വെക്കും. പിന്നെന്തോരം സാധനം ഉണ്ടല്ലോ, ഒരു ചിപ്സ് ഉപ്പേരി പഴം ഇതൊരു സൈഡിൽ വെക്കും. അതിന്റെ അടുത്ത സൈഡിൽ ഉപ്പ് വെക്കും. അതിന്റെ അടുത്ത സൈഡിൽ അതല്ല അങ്ങനെ നിങ്ങൾ പറയുന്ന ഇതിന്റെ എന്താ പറയുക ഓർഡർ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഉപ്പ്, ഇഞ്ചി, മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, തോരൻ, അവിയല്, എരിശ്ശേരി, കാളൻ, ഓലൻ, മറ്റേ കൂട്ടുകറി, പിന്നെ ചോറ് വരും, പരിപ്പ് കറി വരും, അതിൽ നെയ്യ് ഒഴിക്കും. അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ചോറിലേക്ക് നല്ല ചൂട് സാമ്പാർ ഒഴിക്കും. അതും പപ്പടം കൂട്ടി ഇങ്ങനെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചോറിടും, രസം വരും, വീണ്ടും കഴിക്കും. പിന്നെ മോര് കറി വരും, അതും കഴിക്കും. അതിനുശേഷം പായസം വരും, അതും കഴിക്കും. പിന്നെ അതിനുശേഷം എന്തെങ്കിലും എക്സ്ട്രാ വല്ല സാധനം ഉണ്ടെങ്കിൽ അതും കഴിച്ച് ഇല മടക്കി വെച്ചിട്ട് പോയി സുഖമായിട്ട് കിടന്നുറങ്ങും. ഇല മടക്കി വെക്കും. ഇല എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചാൽ മടക്കി വെക്കണ്ടോ? ഇങ്ങനെ അങ്ങനെയാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? നല്ല രുചികരമായിട്ടുള്ള ഫുഡ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വേണം, ഇങ്ങോട്ടായാലോ? അല്ലെങ്കിൽ ഇങ്ങോട്ടായാലോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വെക്കുക, ഇങ്ങോട്ട് വെക്കും. ശരിക്കും നമ്മളെന്താ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങോട്ട് പോകും, ഇഷ്ടമുള്ള ഇങ്ങോട്ട് വിളിക്കില്ലേ? ഇത് ഇലയിലെന്താ ഇങ്ങോട്ട് വെക്കുമ്പോൾ നമുക്ക് ഇഷ്ടമായി എന്നുള്ളത് അല്ലടാ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടാണ് അങ്ങനെയല്ലേ വരുവാ? അത് അവര് പറയട്ടെ. നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇല അവിടുന്ന് ഇങ്ങോട്ടേക്കാണ് മടക്കേണ്ടത്. കാരണം നമുക്ക് ഇഷ്ടമായി എന്നുള്ളത്. അതെ, ഇങ്ങനെ ഇങ്ങോട്ട്. ഇഷ്ടമല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് വെക്കുമ്പോഴല്ല, ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട് അല്ല. ഇതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ ഒരു പരിപാടിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാലും ഞാൻ സാധാരണ ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ടാണ് മടക്കി വെച്ചത്. എൻ്റെ കൂടെ ഇരുന്നാലും അങ്ങോട്ട് മടക്കി വെച്ചു. ഞാൻ പറഞ്ഞാൽ അത് നമുക്ക് പിന്നെ ഇഷ്ടമായിട്ടില്ല. ഞാൻ പറഞ്ഞാൽ അത് ഇങ്ങോട്ടല്ലേ. പിന്നെ കൺഫ്യൂഷൻ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ കൃത്യം വിശദീകരിച്ചില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ പണ്ടേയുള്ള ആൾക്കാർക്ക് അറിയാം. ശ്രീത്തിന്റെ അഭിപ്രായത്തിൽ അല്ല, അത് കറക്റ്റാ, ഇങ്ങോട്ട് തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ അല്ല ദിവ്യ കൃത്യമായിട്ട് പറഞ്ഞു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം 35 വയസ്സേ ഉള്ളൂ. മതി. ആ കാലഘട്ടത്തിൽ ചേട്ടൻ എങ്ങനെയാണ് എല്ലാ ഭക്ഷണം കഴിച്ചിട്ട് ദിവ്യക്ക് എത്ര വയസ്സായി? ഏകദേശം 20. എന്റെ കാലഘട്ടത്തിൽ ഒന്നുമില്ല. നമ്മുടെ വിഭവ സമ്പ്രദായത്തിൽ സദ്യയൊക്കെ കഴിച്ചിട്ട് നോർമലി ഫ്രണ്ടിലേക്കാണ് മടക്കി വെക്കുന്നത്. അങ്ങോട്ടാണ് തൃപ്തികരമായിട്ട് അങ്ങോട്ടാണ് മടക്കി വെക്കുന്നത്. അവിടെ ഇങ്ങോട്ട് മടക്കുകയല്ല ചെയ്യുന്നത്, ഇവിടുന്ന് അങ്ങോട്ടാണ് മടക്കി വെക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് ഞാൻ കൂടുതൽ ആലോചിക്കുന്നില്ല. സദ്യ 5 പേരില് എത്ര പേര് ഇല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടല്ല വെക്കുന്നു, എത്ര പേര് ഇങ്ങോട്ടല്ല വെക്കുന്നു? ഞാൻ അവിടുന്ന് ഇങ്ങോട്ടല്ല വെക്കാം. ഞാനും ഇങ്ങോട്ടാണ് മടക്കി വെക്കാറ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ടും ഇടയ്ക്ക് അങ്ങോട്ടും.
ഇപ്പൊ കൺഫ്യൂഷൻ. നേരെ ഇങ്ങോട്ടേക്ക്. ഇങ്ങോട്ടേക്ക്. അപ്പം രണ്ടുപേര് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടാണ് ദിവ്യം അങ്ങോട്ടേക്ക്. അല്ലല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇടയ്ക്ക് ഇതാവും പെട്ടെന്ന് നമുക്ക് തിരക്കണേ ചിലപ്പോ ഇങ്ങോട്ട് കിടക്കും. പക്ഷേ ചില സമയത്ത് നമ്മൾ ഇല പോലും മടക്കി വെക്കാറില്ല. അതെ അതെ, കറക്റ്റ്. കാരണം നമ്മൾ തിന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് കല്യാണ സദ്യക്ക് പോയി തിരക്കാണെങ്കിൽ പെട്ടെന്ന് എണീറ്റ് പോകുന്നത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും. പക്ഷെ ഇപ്പൊ നമ്മള് ഈ നമ്മളെ ഈ ഓണസദ്യ എന്ന് പറഞ്ഞാൽ എത്ര പേരും നമ്മളിപ്പം നമ്മളെ വീട്ടിൽ തന്നെ ആക്കുന്നതാണ്. പക്ഷെ ഓണസദ്യ അല്ല ബിരിയാണി സംഭവം ആക്കാറ്. പക്ഷെ ഹോട്ടലുകളിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഓണസദ്യ ഓർഡർ ചെയ്തിട്ട് സംഭവം കൊണ്ടുവരികയാണ്. അതിനോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായും യോജിക്കുന്നില്ല. ഇപ്പം ഡിജിറ്റൽ യുഗം അല്ലേ, നമ്മള് വീട്ടിലിരുന്നിട്ട് പൂ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഓണപ്പൂ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. രാവിലെ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഇതായിട്ട് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. അതിങ്ങനെ വിരിക്കാം. പല കളറിലുള്ള ഫ്ലവർ നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. സദ്യ ഇപ്പൊ റെഡിമെയ്ഡ് കിട്ടുന്നത് നല്ല കാര്യം തന്നെയല്ലേ? എനിക്ക് പക്ഷെ വീട്ടിലൊക്കെ ഉണ്ടാക്കി വീട്ടിലെല്ലാവരും ഒരു നല്ല കാര്യല്ലേ? കിട്ടാത്തവർക്ക് വീട്ടിലുണ്ടാക്കിയാ പോരെ. നമുക്ക് സാധനങ്ങൾ കടയിൽ നിന്ന് കിട്ടും, എല്ലാം കടയിൽ നിന്ന് കിട്ടും. മേടിച്ച് സാധനം ഉണ്ടാക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എല്ലാവരുടെ അടുത്തും. ഈ ഓണം എന്ന് പറയുമ്പോ ഓണത്തിന്റെ ആ വൈബ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും നമ്മളെല്ലാവരും എല്ലാവരും ഒത്തൊരുമിച്ച് വീട്ടിലിരിക്കും. അല്ല, നമ്മൾ ഏതൊരു ആഘോഷത്തിന്റെയും കാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഓണമായാലും വിഷു ആയാലും കൂടിച്ചേരുക. ചിലപ്പോൾ നമ്മള് കുടുംബത്തിൽ ഒരുപാട് സൗന്ദര്യ പണക്കങ്ങൾ ഉണ്ടാവും. എന്ത് പണക്കം ഉണ്ടെങ്കിലും അന്ന് അമ്മയുടെയും അച്ഛന്റെയും നമുക്ക് കൂടെയുള്ള മുതിർന്നാടെ കൂടെ ഇരുന്ന് അന്ന് ഒരു ദിവസം നമ്മളെല്ലാം മറന്ന് ഒരുമിക്കുക എന്നുള്ള സംഭവമാണ്. പക്ഷെ ഇന്നിപ്പം അതൊക്കെ മാറി, എല്ലാം അണുകുടുംബമായത് കൊണ്ട് ഇപ്പോഴാണ് കൂടുന്നത്. ഇപ്പം കൂടുന്നുണ്ട്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ഈ ഓണം വൈബ് എന്ന് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മള് സാധനങ്ങളൊക്കെ ഓണത്തിന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം, ഓണത്തിന് എന്തൊക്കെ ഡ്രസ്സ് എടുക്കണം, ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു ഭയങ്കര ഒരു ഇതുണ്ടല്ലോ. പിന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്, പിന്നെ ഓണസദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരെല്ലാവരും കൂടി ഇരുന്നിട്ട് കട്ട് ചെയ്യുന്നത്, ആ ഒരു സാധനം എല്ലാം ആണ് ഒരു ഓണം വൈബ്. അതിനുശേഷം നമ്മൾ ഫുഡ് ഉണ്ടാക്കി എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുന്നു, എന്തെങ്കിലും ചെയ്യുന്നു. ഇതൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അണുകുടുംബം വന്ന സമയത്ത് ആ ഒരു കറക്റ്റ് കുറച്ച് കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള കൂടിച്ചേർന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും വീണ്ടും വളരെ സജീവമായിട്ട് എല്ലാവരും തറവാട്ട് വരിക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് ഇരുന്നു കൊണ്ട് പിന്നെ ഓണം ആഘോഷിക്കുന്ന രീതിയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പൊ വേറെ ഉണ്ട്. വീട്ടില് നമ്മള് ഉള്ള ആൾക്കാർ വെച്ചിട്ട് ഓണസദ്യ ഒരുക്കി ഓണസദ്യ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത വീട്ടിലേക്ക് എല്ലാവരും കൂടി പോകും. നമ്മുടെ കസിൻസിന്റെ ഒക്കെ വീട്ടിലേക്ക് എല്ലാവരും കൂടി പോകുന്ന ഒരു സംഭവം കൂടി ഇപ്പൊ ഉണ്ട്. പിന്നെ നമ്മളൊക്കെ നാട്ടില് നാടൻ ഓണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. നാട്ടിലെ ക്ലബിന്റെ ഓണം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. രാത്രി ആവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്ലബ് ഉണ്ട്. എന്റെ നാട്ടിലാണെങ്കിൽ ഒരു സൗവർണിക ഉണ്ട്. നമ്മളെ വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് ഓണാഘോഷം എല്ലാ വർഷങ്ങളും അടിപൊളിയായിട്ട് എല്ലാവരും കൂടുന്നത് ആ സൗവർണികയുടെ കലാപരിപാടിയാണ് അവിടെ. അന്ന് ആ സമയത്തുള്ള മികച്ച കലാപൻ ഗ്രൂപ്പുകളും അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും വന്ന് നല്ല ഒരുപാട് പരിപാടികൾ. അതാണ് മറ്റൊരു മെയിൻ നമ്മുടെ ഏറ്റവും അട്രാക്ഷൻ എന്നത്. പരിപാടിയാണ് അവിടെ പോകുന്നത്. ഈ ശരിക്കും ഈ ആങ്കറിംഗ് ഫീൽഡിലേക്ക് വന്നപ്പോ നമ്മള് വേറെ ആൾക്കാർ, നമുക്ക് അറിയാത്ത ആൾക്കാരോടൊക്കെ ഓണം ആഘോഷിക്കില്ലെങ്കിൽ വിഷു ആഘോഷിക്കാൻ വേണ്ടി അവരുടെ പരിപാടിക്ക് നമ്മൾ ആങ്കറിംഗ് ചെയ്യുമ്പോൾ അവരിൽ ഒരാളായിട്ട് നമ്മള് ആഘോഷിക്കാൻ വേണ്ടി നമ്മളെ ഷോസും വരുന്നത് ഈ പ്രധാനപ്പെട്ട ഇപ്പൊ നമ്മള് പിന്നെ അന്വേഷ പറഞ്ഞ പോലെ അല്ലെ നന്ദന പറഞ്ഞ നമ്മള് മറ്റുള്ളവർക്ക് കൂടെ നമ്മൾ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ കൂടെ ആഘോഷം. ചില സാധാരണ ഒരാൾക്ക് ഒരു ഓണം ആഘോഷം ഉണ്ടാവും. പക്ഷെ നമ്മൾ അവതാരകരെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം തുടങ്ങിക്കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞാലല്ല ഓണത്തിന് മുന്നേ ഒരുപാട് ദിവസം പല ഫാമിലിൻ്റെ കൂടെയൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിക്കുന്നത് ശരിക്കും അവതാരകരാണ്, അല്ലേ? മറ്റുള്ളവർ ആഘോഷിപ്പിക്കുക, നമ്മളാണ് അവരുടെ ആഘോഷങ്ങളിൽ നമ്മൾ ഒരാളായി മാറുകയാണ്. കറക്റ്റായിട്ട് നമ്മൾ ആഘോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്, നമ്മളല്ല സെലിബ്രേറ്റ് ചെയ്യുന്നത്, കൂടെയുള്ള ആൾക്കാരാണ്. ഇപ്പൊ ശ്രീജിത്തിന് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇത്തരത്തിലുള്ള. പണ്ട് വന്നതും ഇങ്ങനെ ഈ നമ്മളെ ഈ അവതാരക മേഖലയിലേക്ക് വരാനുള്ള അങ്ങനെയുള്ള ഓണമായിട്ട് എന്തെങ്കിലും ഓർമ്മകളുണ്ട്? എന്തെങ്കിലും ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെച്ചാൽ ഇപ്പൊ ഈ റേഡിയോ ഒക്കെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഈ ഓണത്തിനൊക്കെ ഉള്ള അതായത് പരിപാടികളെല്ലാം നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്ത് വിടുന്ന ഒരു രീതിയുണ്ട് ചാനലിലായാലും. അപ്പൊ ആ ദിവസം ലീവ് എടുക്കേണ്ട ഒരു നമുക്കൊരു നമ്മളേതായ രീതിയിൽ ആഘോഷിക്കുമല്ലോ. അപ്പൊ എല്ലാ ഓണത്തിന്റെ പരിപാടികളിലും ചാനലായാലും ലൈവ് അല്ലാത്ത പരിപാടികളൊക്കെ നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് ഒരു രീതി. പിന്നെ അധികവും നമുക്ക് സ്റ്റേജിൽ പബ്ലിക്കുമായിട്ട് ബന്ധപ്പെടുന്ന ഓണാഘോഷ പരിപാടി, വടംവലി മത്സരം, ഉറിയടി മത്സരം, അങ്ങനെയുള്ള പരിപാടികളിലായിട്ട്
പ്രോഗ്രാമായിട്ട് തന്നെ ആയിരിക്കും അധികം ഉണ്ടാവുക. എല്ലാവർക്കും നമ്മളെല്ലാവരും അനുഭവം അതായിരിക്കുമല്ലോ. അപ്പൊ അവിടെ മെയിനായിട്ട് ഭയങ്കര ഒരു ആവേശം ഉണ്ടാകുന്ന ഒരു പരിപാടിയായിരിക്കും ഈ കമ്പവലി മത്സരം. അപ്പോൾ ഒരു ടീം, ഇപ്പോൾ നമ്മള് ഒരു ടീം തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ടീം ചില ആൾക്കാരൊക്കെ ഒരു ക്ലബ്ബുകാരുടെ ആൾക്കാരും പുറത്തുനിന്ന് വരുന്ന ടീമും തമ്മിലുള്ള മത്സരം, അതിലൊരു ടീം വിന്നറാവും. അങ്ങനെ ആവേശം തന്നെ. കമ്പവലിയുടെ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. കമ്പവലി ഡയറക്റ്റ് ചുമ്മാ വലിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതായത് മൊത്തം നമ്മൾ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്, പക്ഷെ അത് കമ്പവലിയല്ല നമ്മൾ അവതരിപ്പിക്കുന്നത്. അതാണ് സാധനം. പിന്നെ ഈ ആങ്കറിംഗ് മേഖലയിലേക്ക് പിന്നെ എങ്ങനെ വന്നു നിങ്ങൾ? ആങ്കറിംഗ് മേഖല ഞാൻ സ്കൂള് കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ മോണാക്ട്, മിമിക്രി, നാടകം ഇതൊക്കെ ആ സമയത്ത് ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഞാനെന്താ ഒരുമിച്ച് നമ്മളൊരു ട്രൂപ്പിൽ വർക്ക് ചെയ്തിരുന്നു, മിംസ് ട്രൂപ്പിൽ. ഈ വടക്കേ മലബാറിൽ തന്നെ ആദ്യത്തെ ഫേമസ് ആയ കണ്ണൂർ മജാക്ക് എന്ന് പറഞ്ഞ ട്രൂപ്പിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഈ കാഷ്വൽ അനൗൺസറായിട്ട് ആകാശവാണിയിൽ വർക്ക് ചെയ്തു. പിന്നെയാണ് ഈ പ്രാദേശിക ചാനൽ അവതാരകനായിട്ട് വരുന്നത്. അതിനുശേഷമാണ് റേഡിയോയിലേക്ക്. എല്ലാം ആ ഒരു ഫീൽഡ് തന്നെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതായാലും ഒരു മിമിക്രീന്റെ സംഭവം പറഞ്ഞുകൊണ്ട് ശ്രീത്ത് അന്ന് പിന്നെ മജാക്കില് വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ മെയിൻ ആയിട്ട് ചെയ്യുന്ന ദിലീപ്, പിന്നെ മോഹൻലാല്, പിന്നെ മുരളി, അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവിക്കാറ്. ഇപ്പം പിന്നെ ശ്രീത്തിന്റെ മാസ്റ്റർ പീസ് ആണെന്ന് പറഞ്ഞാൽ ഇന്ദ്രജിത്താണ്. ഇപ്പം കുറച്ച് പലതും ചെയ്യാറുണ്ട്, എന്നാലും പ്രധാനപ്പെട്ട കുറച്ച് ഐറ്റംസ് മാത്രമേ. ഓണത്തിന്റെ ഡയലോഗ് ഇരിക്കണം. ഓണത്തിന് സിനിമയുടെ ഡയലോഗ് അതാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഞാന് ഇത് പറയാം, സിനിമയുടെ ഡയലോഗ് എന്ന് പറയാം. പിന്നെ അടുത്ത വോയിസ് ഓണമായിട്ട് ബന്ധപ്പെടുത്തും. ഓക്കെ. നമ്മുടെ ഇന്ദ്രജിത്ത്, ചാന്തുമുട്ട് എന്ന സിനിമയിലെ ഇന്ദ്രജിത്തിന്റെ കൊമ്പൻ കുമാരൻ എന്ന് പറഞ്ഞ കഥാപാത്രം. ഓക്കെ. തനിക്കെന്നെ മനസ്സിലായ? എങ്ങനെ മനസ്സിലാവാനാ? ഒരിക്കൽ തന്റെ പരാക്രമത്തിൽ ചത്തുപോയില്ലേ, അതിന്റെ അച്ഛനാ. തനിക്കറിയവാ, അച്ഛൻ മരിച്ച പിന്നെ ഞങ്ങൾ പട്ടിണിയായിരുന്നു. പട്ടിണി എന്ന് വെച്ചാ മുഴു പട്ടിണി. അത് സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാ എന്റെ അമ്മ ഒരു വരത്തന്റെ കൂടെ പൊറുതിക്ക് പോയത്. എന്നിട്ടും കുമാരനെ തുറവിട്ട് പോയിട്ടില്ല. എന്താ കാര്യം അറിയവാ? എന്നെങ്കിലും ഒരിക്കൽ തന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കാൻ. ഇപ്പൊ എന്നെ നാട്ടുകാർ വിളിക്കുന്ന പേരെ കൊമ്പൻകുമാരെന്നാ. നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലേ നമ്മൾ എന്ത് ചെയ്താലും ശബ്ദം മാത്രമേ ലാൽ ജോസ് സാറിന്റെ വോയിസ്. എല്ലാവർക്കും എന്റെ നമസ്കാരം. മലയാള സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തൊരു സംവിധായകനാണ് ഞാൻ. ഇത് ഓണത്തിന്റെ നാളുകളാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ഓണം മലയാളികളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും മികച്ച, ഏറ്റവും നല്ല നാളുകൾ സമ്മാനിക്കുന്ന ഒരു ഉത്സവമാണ്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് തൽക്കാലം ബൈ പറയുന്നു. നിങ്ങളുടെ സ്വന്തം ലാൽ ജോസ്. അപ്പൊ അനിലേഷിന്റെ ഒരു പാട്ട്, അനിലേഷിന്റെ പിന്നെ ഇത് ഇപ്പോഴത്തെ ആങ്കറിംഗ് സംഭവം. അതിന്റെ ഇടയിൽ ഒരു സാധനം വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ ജോർജ് സാറ് ഇപ്പോഴത്തെ ഏറ്റവും ചെയ്തോണ്ടിരിക്കുന്ന 36 വർഷമായുടെ ബെൻസേ ഞാൻ പോലീസിലെ. അതിൻ്റെ ഇടയിൽ അറിയാവുന്നതും പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിയുമ്പോൾ DYSP മെഡലും വാങ്ങി ഈ ജോർജ് സാറ് സർവീസിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഈ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാടാ. എടാ നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നേ എന്നെ? എടാ ഈ ജോർജ് സാറ് നിന്നെ കാണാൻ വന്നിട്ടുണ്ടേ, നിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അനിയ, നീ ജോർജ് സാറിന് ഇനി ഒരുപാട് അറിയാനുണ്ട് അനിയ, അറിയാനുണ്ട്. പഴയതുമായ എല്ലാരെയും പഠിച്ചു. ഇനിയിപ്പോ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതാണ് സാധനം. അപ്പൊ അല്ലേഷ് പിന്നെ ഒന്ന് പറഞ്ഞു അല്ലേഷിന്റെ ഒരു സംഭവം. ഞാൻ പിന്നെ പണ്ട് ചെറുപ്പം മുതലേ എൻ്റെ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു സിനിമ എന്നത്. അപ്പൊ അങ്ങനെ ആകസ്മികമായിട്ടാണ് ഈ ആങ്കറിംഗിലേക്ക് ഞാൻ എത്തിയത്. സത്യത്തിൽ പണ്ടേ അഭിനയമോഹമായിരുന്നു. സിനിമയിൽ നമ്മളെ വിനീത് കുമാർ ഉണ്ടല്ലോ, നമ്മുടെ പഴയങ്ങാടിക്കാരൻ, ഞാനും അവനും ഈ ഒരു പിന്നെ ബ്രണ്ണൻ കോളേജിലൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ അവൻ പഠിക്കുന്ന സമയത്ത് വടക്കൻ വീരഗാഥയിൽ ബാലനടനായതിനു ശേഷം അന്നേരം മുതൽ വിനീതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഒരു ബാലതാരമായിട്ട് വരുവാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത്. പക്ഷെ അവനായിരുന്നു നമ്മുടെ ഒരു റോൾ മോഡൽ എന്നത്. പിന്നീട് ഈ ഇത്തരത്തിലുള്ള പരിപാടികളും പാട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ നമ്മുടെ മാതൃക നവീന്, സുമിത്ത്, 2 പേരാണ് എന്നെ ആങ്കറിങ്ങിലേക്ക് എത്തിച്ചത്. നവീനായിരുന്നു എൻ്റെ മാതൃക ശരിക്കും. പക്ഷെ എന്നെ അങ്ങോട്ട് തള്ളിയിട്ടത് സുമിത്തായിരുന്നു. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ പിന്നെ കണ്ണൂരൊരു പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോൾ ഞാൻ കണ്ടക്ട് ചെയ്ത പരിപാടിയായിരുന്നു. അപ്പോൾ അത് പാട്ട് പാടാനാണ് ഞാൻ പോയത്. അപ്പോൾ സുമിത്ത് അന്വേഷിച്ചിട്ട് കയറി സ്റ്റേജിലേക്ക് അവൻ അങ്ങ് തള്ളിയിട്ടു.
നിങ്ങൾ പറഞ്ഞു അങ്ങനെ അങ്ങ് ആയിട്ട് പിന്നെ സുമിത് തന്നെയാണ് സത്യത്തിൽ. സുമിത് രാഘവാണ് എൻ്റെ ഗുരു എന്നുള്ള ഞാൻ സത്യത്തിൽ ഏത് സമയത്തും പറയുന്നത്. നവീനും ആയിരുന്നു മോഡല്, സുമിത് ആയിരുന്നു. പിന്നെ അങ്ങനെ വന്നു. പിന്നെ ഈ പരിപാടികളൊക്കെ സിനിമയിലേക്കും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വന്ന സമയത്ത് പിന്നെ ഇപ്പം ഒരു പ്രധാന റവന്യൂ ആയി മാറിയിരിക്കുക നമുക്കൊരു പ്രധാനപ്പെട്ട വരുമാനം എന്നുള്ള രീതിയിൽ. അങ്ങനെ അനുഭവങ്ങളും പരിപാടികളുടെ ഇതും കൊണ്ടാണ് ഈ മേഖലയിലേക്ക് ഇതൊരു സത്യത്തിൽ പ്രൊഫഷനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന മേഖല ആയിരുന്നില്ല, സിനിമയായിരുന്നു മേഖല. അതുകൊണ്ടാണ് അൾട്ടിമേറ്റ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് സിനിമയിലേക്ക്. പിന്നെ അത്യാവശ്യം വലിയ പാട്ടുകളൊന്നും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളുണ്ട്, അത് സ്റ്റേജിൽ ഗാനമേളയിൽ പാടും. അതോടൊപ്പം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട്. ഇപ്പം നമ്മളെ ഈ ചെറിയ ആ കാലഘട്ടത്തിൽ ഓണത്തിന്റെ പാട്ടുകൾ ഒരുപാട് ഇറങ്ങും. ഓണത്തിന് പുട്ടുകച്ചവടം എന്നുള്ള പണ്ടത്തെ കേസറ്റൊക്കെ ഉണ്ട്, നാദൃശാന്റെ, ദിലീപ് അവരുടെയൊക്കെ. ആ സമയത്ത് തന്നെ ഒരുപാട് നല്ല പിന്നെ ഓണത്തിന്റെ പാട്ടുകൾ കൂടെ ഈ ഗാന തരംഗിണി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, പൊന്നോണ തരംഗിണി, ആ ഗാന തരംഗിണി യേശുദാസിന്റെ ആ മ്യൂസിക്കൽസിന്റെ. അപ്പോൾ അവരുടെ ഒരു പിന്നെ ആ സമയത്ത് നല്ല ഒരുപാട് പൂക്കളം കാണുന്ന പൂമരം പോലെ അങ്ങനെയുള്ള പാട്ടുകൾ നന്നായിട്ട് ആ സമയത്ത് ഓണത്തിന് പാട്ട് സ്റ്റേജിലൊക്കെ പാടുന്നത്, അതൊന്ന് പാടി നോക്കാം. ഓക്കെ. അത് പിന്നെ ശ്രീകുമാരൻ തമ്പിയാണ് ആ പാട്ട് രചിച്ചത്. പിന്നെ രവീന്ദ്രൻ മാഷ് സംഗീതമാണ്, നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസാണ് ആലപിച്ചത്. അതൊന്നും നോക്കാം. പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിണ്ണയിൽ നിന്നു, പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിണ്ണയിൽ നിന്നു, വീതിക്കസവുള്ള വീരാളിപ്പട്ടിൽ നിൻ പൂമേനി പൊന്നായി മിന്നി, നിന്റെ പൂമേനി പൊന്നായി മിന്നി, പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിണ്ണയിൽ നിന്നു, പൂവണി പൂവണി ഓരോന്നും പിന്നെ നിൻ പൂമുഖ ഭാവവും കണ്ടു, നിന്റെ കയ്യിൽ നിന്നും പണ്ടു ഞാൻ നേടിയ പൂവട തൻ രുചി ഓർക്കും, പൂവണി പൂവണി ഓരോന്നും പിന്നെ നിൻ പൂമുഖ ഭാവവും കണ്ടു, നിന്റെ കയ്യിൽ നിന്നും പണ്ടു ഞാൻ നേടിയ പൂവട തൻ രുചി ഓർക്കും. അങ്ങനെയുള്ള ഒരുപാട് ഒരു നഷ്ടപ്പെട്ട നല്ല അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടായിരുന്നു. പിന്നെ ഈ ഇത്തരത്തിലുള്ള പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് എന്തായാലും വഴി സിനിമയാണ്, ലക്ഷ്യവും സിനിമയാണ്. അതിനടുത്ത് ഏകദേശം അതെ. ഇപ്പൊ ഈ ഓണം കഴിഞ്ഞ അടുത്ത ഓണത്തിന് ചേട്ടന്റെ ഒരു സിനിമ ആഗ്രഹം, ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. അന്വേഷണ നമ്മളെ കേട്ടു പരിചയമുള്ളതും ഒരു സംവിധായകനാവാൻ കൊതിക്കുന്ന ഒരു വ്യക്തി, ഡയറക്ഷൻ ആഗ്രഹിക്കുന്ന ഒരാള്. അല്ല, അതിന്റെ ഇടയിൽ അന്വേഷണ ഒരു ഷോർട്ട് ഫിലിം ഒരു ചാനലിലും അതുപോലെ തന്നെ ഭയങ്കര വൈറലായിട്ട് അത് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷന് വേണ്ടി ചെയ്ത ഒരു ലഹരിക്ക് എതിരെയായിട്ടുള്ള ഔട്ട് ഓഫ് സിലബസ് ഷോർട്ട് ഫിലിം നന്നായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഞാനിപ്പോ ഈ മേഖല ഡയറക്ഷൻ മേഖലയാണെങ്കിൽ ഏകദേശം 60ഓളം പരസ്യചിത്രങ്ങൾ ഡയറക്ഷൻ ഇംഗ്ലീഷ് പരസ്യങ്ങൾ ഔട്ട് ഓഫ് സിലബസിൽ ഞാനൊരു കഥാപാത്രത്തിന് ഡബ് ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, അത് പിന്നെയാണ് അന്വേഷിച്ച് അറിഞ്ഞു അല്ലേ? അതെ അതെ. പിന്നെ എന്നെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ പോകാനും പറ്റിയില്ല, എന്ത് ചെയ്യാനോ. നന്ദനയുടെ ആങ്കറിംഗ് വരുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഞാൻ പാട്ട് പാടണം, അത് ഭയങ്കര ടാസ്കാ. ഈ നന്ദനയില്ലേ, നന്ദന എപ്പോ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫസ്റ്റിൽ കാണുന്ന നന്ദനയായിരിക്കും. ഒരു ഭയങ്കര ഒരു പെർഫോമൻസ്, അഭിനയം ഭയങ്കര താല്പര്യം. അതെ, ഞാനും അങ്ങനെ അഭിനയം ഭയങ്കര താല്പര്യമാണ്. അഭിനയിക്കാൻ വേണ്ടിട്ട് അല്ല, ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് ജേർണലിസ്റ്റിൽ നിന്നും ഞാൻ ഈ ഷോകളിലേക്കൊക്കെ പോയതാ. വളരെ യാദൃശ്ചികമായിട്ട്. അതെ, ഞാൻ ജേർണലിസ്റ്റ് ആണ്. ഇപ്പൊ ഒന്ന് വിട്ടു നിൽക്കുന്നു, വാർത്താ അവതാരിക. കുറെ ചാനലിൽ വർക്ക് ചെയ്തു. കൈരളിയിലൊക്കെ ആയിരുന്നു തുടക്കം എന്റെ. പിന്നെ കേരള വിഷൻ, കണ്ണൂർ വിഷൻ, പിന്നെ പ്രൈം, പിന്നെ റിയൽ ന്യൂസ്, കേരള ഓൺലൈൻ, ഇങ്ങനെ 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 മാറി 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 മാറി. അപ്പോൾ പെട്ടെന്ന് ഒരാള് എന്നെ വിളിച്ചിട്ട്, നമ്മുടെ നാട്ടിലുള്ള ഒരാൾ വിളിച്ചിട്ട് ഒരു കല്യാണ പരിപാടി ഉണ്ട്, ആങ്കറിങ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പോയതാണ് ഞാൻ.
ഒന്നും അറിയാതെ എന്താണ് ഈ സംഭവം എന്നുള്ള നമുക്ക് ഒരു ധാരണ ഇല്ലാണ്ട് പോയി സ്റ്റേജിൽ പോയി പെർഫോം ചെയ്ത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ വരികയാണ് ചെയ്തത്. ഇപ്പൊ ഭയങ്കര എൻജോയ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം. ഞാൻ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ആങ്കർ എന്നുള്ള ഇത്, പക്ഷെ ഞാനത് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട്. അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു സംഭവം ജസ്റ്റ് നമ്മളെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി പറയുന്നതാണ്. ഈ നമ്മളിപ്പോ ആങ്കേഴ്സ് ആയിട്ട് ഇവിടെ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ചില ആൾക്കാരുടെ ഒരു ധാരണ ഇത് ആങ്കറിങ് അല്ലെങ്കിൽ നമ്മളിപ്പോ അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു വർക്കാണെന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചേട്ടൻ നമുക്ക് പേയ്മെന്റ് തരുമ്പോഴാണ് അത് പറയുന്നത്, നിങ്ങൾക്കൊരു പ്രത്യേകിച്ച് അധ്വാനമൊന്നും ഇല്ലല്ലോ, നിങ്ങൾ വെറുതെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ പോരെ. അത് പല സ്ഥലങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ ഇപ്പൊ വീക്കായാലും 5 ലക്ഷമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടാവും. സത്യത്തിൽ നമ്മൾ ആണ് ഒരു പ്രോഗ്രാമിന്റെ ലീഡ് ചെയ്യുന്ന ആൾക്കാർ. നമ്മളുടെ ഒരു വാക്ക് തെറ്റിപ്പോയാലും നമ്മളൊരു കാന്ന് പറയട്ടെ താന്നായി പോയാൽ മൊത്തത്തിൽ ആകെ ഫ്ലോപ്പായി. അങ്ങനെ പറയാൻ പറ്റുന്നത് ആണ് നമ്മുടെ ഇത് പറയുന്നവരോട് കൃത്യമായിട്ട് പറയണം. നിങ്ങൾ ഒരു 10 പേരുടെ മുന്നിൽ നിന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യാൻ വേണ്ടി പറയണം. അപ്പോഴറിയാൻ പറ്റും, അപ്പോഴറിയാം അതിന്റെ വിഷമം. നമുക്ക് എല്ലാവർക്കും അത് ടഫായ സംഭവം തന്നെയാണ്, ഭയങ്കര ടഫാണ്. പിന്നീട് അത് ഓക്കെ ആയി മൈക്ക് നമുക്ക് വഴങ്ങണം. വഴങ്ങിയാൽ മാത്രമായിരിക്കും നമ്മൾ പറയുന്ന കറക്റ്റ് ട്രാക്കിലേക്ക് ഫസ്റ്റ് എനിക്ക് കേറുമ്പോ ഭയങ്കര ടെൻഷൻ. നമ്മള് മീഡിയയുടെ മുമ്പിൽ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാറുണ്ട്, പക്ഷെ സ്റ്റേജിൽ ഒരു ഓപ്പൺ സ്റ്റേജിൽ ആൾക്കാരുടെ മുന്നിൽ നമ്മൾ പാട്ടുപാടാൻ അതിനൊക്കെ കയറും. പക്ഷെ അത് നമ്മൾ പഠിച്ചിട്ട് പോകുന്നതാണ്. ഇതൊന്നും പഠിക്കാതെ പെട്ടെന്ന് കയറിയിട്ട് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാടുണ്ട്. നമ്മൾ ഒരിക്കലും പ്രിപ്പയർ ചെയ്ത് പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ആങ്കറിങ് ചെയ്യരുത്. കാരണം നമ്മൾ അവരിൽ ഒരാളായിട്ട് നിന്നിട്ട് എപ്പോഴും നമ്മുടെ ഭാഷയിൽ തന്നെ, നമുക്ക് വേറൊരു ഇത് ചിട്ടപ്പെടുത്തിയ ഒരു ഭാഷയല്ല, നമ്മുടെ ഭാഷയിൽ തന്നെ സംസാരിച്ച് അവരിൽ ഒരാളായിട്ട് അവരുടെ കൂടെ നിന്നിട്ട് നമ്മൾ ചെയ്യണം. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, ഭയങ്കര ഒരു ഹാപ്പി. ഈ ഒരു ഫീൽഡിൽ ഇപ്പൊ വളരെ സന്തോഷത്തോടെ, അത് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് പരിപാടി വന്നിട്ടുണ്ടെങ്കിലും പല ആൾക്കാരുടെ കൂടെ നിന്ന് മിങ്കിൾ ചെയ്തിട്ട് നമുക്കത് ആഘോഷിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്ദേശം. ശരിക്കും ഈ ഓണമൊക്കെ വരുമ്പോ എത്ര സ്ഥലത്തുനിന്ന് അറിയാം സദ്യ ഉണ്ടെന്നത്. സദ്യ ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല അല്ലെ, പല പല അത് കൃത്യമായിട്ട് അല്ല കല്യാണ പരിപാടിയൊക്കെ ആവുമ്പോ ഈ ചിലരൊക്കെ പറയുന്ന ഒരു സാധനം വെച്ചാൽ ഈ ഓഡിയൻസിനെ കാണുമ്പോൾ സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. സ്റ്റേജ് ഫിയർ കൊണ്ട് ആഗ്രഹം ഉള്ളിൽ വെച്ചിട്ട് ഒതുങ്ങി പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹത്തിന് പല ഘട്ടങ്ങളിലും ഇതുപോലെ സംസാരിക്കേണ്ട സാഹചര്യമുണ്ട്. വലിയ കമ്പനിയുടെ ഒരു മാനേജറാണ്, പക്ഷെ കൈയും കാലം വരച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. അല്ല അതാ പറഞ്ഞേ, ഓരോർക്ക് ഓരോ പണി പറഞ്ഞു ആ പണി ചെയ്യാന്നുണ്ട്. ആഗ്രഹമുണ്ട്, അവിടെ ഓഡിയൻസിനെ ഫേസ് ചെയ്തേ പറ്റൂ. അല്ല അപ്പൊ ഞാൻ ഇത് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് ഇത് കുറച്ച് ശ്രമകരമായ പണി തന്നെയാണ്. ഈസി ആയിട്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തോന്നുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. ഈ ഫീൽഡ് ഏറ്റവും ടെൻഷൻ അടിച്ചിട്ട് കയറിയ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിയുടെ സ്റ്റേജ് ആയിരുന്നു. അത് അന്ന് ആ മൈക്കിന്റെ പ്രോബ്ലം ഒക്കെ ആയിട്ട് കത്തി നിൽക്കുന്ന ഒരു സമയത്ത് ടെൻഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു വിറയലുണ്ടെങ്കിൽ ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് ഒന്ന് കൂളാക്കും എന്നെ തന്നെ, എന്നിട്ട് പക്ഷെ മൈക്ക് കിട്ടിക്കഴിഞ്ഞാല് ഫുൾ ഫ്രീ ആയിരിക്കും. ഞാൻ പറഞ്ഞു ഇപ്പൊ പറഞ്ഞ ഒരു അപസ്മാരം വന്ന ഒരു ആൾക്ക് കയ്യില് ഒരു ഇരുമ്പിന്റെ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നോർമലാവും എന്ന് പറയുന്ന പോലെയാണോ ഏങ്കറിന്റെ കയ്യിൽ മൈക്ക് ഇട്ട് കഴിഞ്ഞാൽ അയാൾ കൂളായി. അയാൾ പറയുന്നതെല്ലാം ശരിയാണ്, പിന്നെ തെറ്റൊന്നും വരില്ല. അതാണ് ഞാൻ വിശ്വസിക്കാൻ അങ്ങനെ ആ ഒരു വിശ്വാസം നമ്മുടെ കയ്യിൽ ഒരു സംഭവം, എഴുത്തുകാരന്റെ കയ്യിൽ പേന കിട്ടുന്ന പോലെ, ചിത്രകാരന്റെ പോലെ സംഭവം. പഠിക്കുന്ന ഒരാള് നമ്മളോട് ചോദിച്ചാണ് നിങ്ങൾ എങ്ങനെ ഇങ്ങനെ തെറ്റാണ്ട് സംസാരിക്കുന്നു, അത് നിങ്ങളോട് എല്ലാം ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ അയാൾ എങ്ങനെയാണ് തേങ്ങ പറിക്കുന്നത് നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. അത് അവർക്ക് അതാണ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ, അത് പ്രൊഫഷണലായിട്ട് വരുമ്പോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ദിവ്യയുടെ കാര്യം പറയാം. എങ്ങനെ അതായത് പിന്നെ ദിവ്യ മോഡലാണ്, RJ ആണ്, പിന്നെ ആങ്കറാണ്, പിന്നെ വേറെ എന്തെല്ലാം ആണല്ലോ, പിന്നെ യൂട്യൂബറാണ്, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. ശരിക്കും നമ്മൾ എന്താകണം എന്നായിട്ടാണ് നമ്മൾ ആദ്യം ഈ ഒരു അവതരണത്തിലേക്ക് വന്നത്? എങ്ങനെയാണ് പിന്നെ ആക്ടർ കൂടിയാണ്? സത്യം പറഞ്ഞാല് ഞാൻ ഇതൊന്നും ലൈഫിൽ എക്സ്പെക്ട് ചെയ്ത ഒരു സാധനമേ അല്ല.
എൻ്റെ സൗണ്ട് കൊണ്ട് ജീവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ച ഒരാളും അല്ല. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അതായിരിക്കും ഞാൻ അങ്ങോട്ട് ആ വഴി അങ്ങ് പോകുന്നതായിരിക്കും ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ കണ്ണൂർ വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഇഞ്ചക്ഷൻ വയ്ക്കാനാണ് എനിക്ക് ഇഷ്ടം, എന്നെ തിരിച്ചു വയ്ക്കാൻ എനിക്ക് പേടിയാണ്. അപ്പം ACVയിലാണ് ഞാൻ ഫസ്റ്റ് ആങ്കറായിട്ട് വരുന്നത്. ACV ചാനലിൽ ചെയ്തു. പിന്നെ ചാനലിൽ തന്നെയാണ് കുറേ നാള് നവീൻ ചേട്ടൻ്റെ കൂടെയും ചാനലിൽ ചെയ്തു. പിന്നെ ചാനലിൽ നിന്നാണ് പിന്നെ റേഡിയോയിലേക്ക് പോകുന്നത്. റേഡിയോ നിന്നാണ് ഞാൻ വീണ്ടും TV ചാനലിലേക്ക് ഏകദേശം എല്ലാ ചാനലും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ സ്റ്റേജിലേക്ക് വരുന്നത്. ഏറ്റവും ലാസ്റ്റാണ് സ്റ്റേജ് ഷോസ് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമുള്ളൊരു എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സമാധാനം കിട്ടുന്ന, കാരണം എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ആങ്കറിങ്. സ്റ്റേജ് ഷോ ആണെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യുന്നതും കുറേ ആൾക്കാർ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുറേ ലെജൻസിൻ്റെ കൂടെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒരു ലൈഫിലെ ഒരു ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ ഓണം സമയമാകുമ്പോഴാണ് നമ്മൾ സെലിബ്രിറ്റീസിന്റെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഓണത്തിന് സ്വന്തമായിട്ട് നമ്മൾ തന്നെ പരസ്പരം നമ്മൾ ആരും ഇന്റർവ്യൂ വേണ്ടിട്ട് വിളിക്കാറില്ലല്ലോ. നമ്മളെല്ലാവരും നേരിടുന്ന വെല്ലുവിളി വെച്ചാൽ ചെറിയ കുട്ടി മുതൽ ഏറ്റവും പ്രായമുള്ള ആള് വരെ നമ്മൾ ഒരേ രീതിയിൽ കംഫർട്ട് ആക്കിക്കൊണ്ട് നമുക്ക് പ്രോഗ്രാം ചെയ്ത് അവസാനിപ്പിക്കാം അല്ലെ. ചിലപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്ന ചില സംഭവങ്ങളൊക്കെ സൈഡിൽ നിന്നൊക്കെ ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡയലോഗ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ മൂഡ് മാറാൻ സാധ്യതയില്ല. അപ്പോൾ വളരെ നല്ല രീതിയിൽ അത് ചെയ്ത് ഭംഗിയാക്കുക, അതായിരിക്കും നമ്മൾ ആങ്കേഴ്സിന്റെ ഒരു ധർമ്മം. നന്ദനയുടെ ഓണത്തിന്റെ ഒരു പാട്ട്. അതെ, നന്ദനയുടെ പാട്ടായിക്കോട്ടെ. DJ പാട്ടല്ലേ? കാരണം പിന്നെ ഇപ്പം അതിലേക്ക് ഇറങ്ങിയ പിന്നെ ഒന്നുകൂടി ഹാപ്പി ആയി. അത് വേണ്ട, ഓക്കെ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മധുവൂറും. തെറ്റാണോ എനിക്കറിയില്ല. മലരോണ പാട്ടല്ലേ? ഓക്കെ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുമ്പോ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. പാട്ട് പ്രിപ്പയർ അതുകൊണ്ട് നന്നായിട്ട് പാടി. അല്ല, ഒരു സൂചന എനിക്ക് തരികയാണെങ്കിൽ ഞാൻ പഠിച്ചിട്ട് വന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ വന്ന ആരും ഒന്നും പ്രിപ്പയർ ചെയ്തല്ല. ശരിക്കും ആങ്കറിങ്ങിന് അങ്ങനെ ഒന്നും പ്രിപ്പയർ ചെയ്ത് പോകുന്നതല്ലോ. പിന്നെ അല്ലെ, നമ്മൾ ഇതുവരെ നവീനോട് ചോദിച്ചു പോലുമില്ല. നവീൻ ഇങ്ങനെ നമ്മളിങ്ങനെ പരിപാടി പ്ലാൻ ചെയ്ത സമയത്ത് എന്താണ് അല്ല മനസ്സിലായി നവീൻ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിയത്? എന്നെ സംബന്ധിച്ചാല് എന്റെ ഫാദർ, എന്റെ അച്ഛൻ ഡ്രാമ ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹം ഈ ഓണത്തിന് തിരുവോണ ദിവസത്തില് പിന്നെ മാവേലിയിട്ട് പോകാറുണ്ട് പണ്ട്. ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടോ. അപ്പൊ അച്ഛന്റെ കലാസംഭവത്തിൽ അച്ഛൻ ഇങ്ങനെ നാടകം കളിക്കുമ്പോൾ കുറച്ച് പ്രോപ്പർട്ടി എല്ലാം വീട്ടിൽ കൊണ്ട് അതിലിട്ട് നമ്മൾ വീട്ടിൽ ഞാനും അതിനൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് പിന്നെ നാടകം കളിക്കാറുണ്ട്. അങ്ങനെ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ സ്കൂൾ കലോത്സവത്തിന് കഥാപ്രസംഗം, ഓണായിട്ട് മിമിക്രി എല്ലാം പഠിച്ചു. പക്ഷേ മിമിക്രി എന്താണെന്ന് അറിയില്ല. 1-2 ശബ്ദം എടുക്കുമ്പോൾ പറഞ്ഞു ഇതാ മിമിക്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ മിമിക്രിയിൽ നിന്നു. അതിനുശേഷമാണ് നമ്മളെ എൻ്റെ അനിയമൂപ്പർ ബിനിൽ എന്ന് പറയും, പുള്ളിക്കാരൻ സ്വയം തൊഴിൽ എന്ന രീതിയിൽ ഒരു ക്യാമറ വാങ്ങി ആ ക്യാമറ പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ണൂർ പുതിയൊരു VSAT എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലിലേക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം, ആദ്യം കോമഡി പ്രോഗ്രാമാണ്. പക്ഷേ കോമഡി സീനിട്ട പ്രശ്നമെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി. അങ്ങനെ ഞാനും നമ്മുടെ അനിയനും ക്യാമറ ചെയ്യുന്ന ഒരു പിന്നെ ഷോർട്ട് ഫിലിം, അതിൽ സ്ക്രിപ്റ്റ് ചെയ്താൽ വേണ്ടി വന്ന മഹേഷ് മുണ്ടയാട് എന്ന് പറഞ്ഞ വ്യക്തി. ആ പുള്ളിക്കാരൻ നമ്മളിങ്ങനെ ക്യാമറ എടുത്തിട്ട് ഞാനും അനിയപ്പുറം എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് വരുന്ന പ്രോഗ്രാം തുടങ്ങിക്കൂടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യം ഒരു ചോദ്യോത്തര പരിപാടി. ജയൻ അലവിൽ എന്ന് പറഞ്ഞ ആളാണ് ആദ്യം ചോദ്യം തന്നത്. ഒരു പരിപാടിക്ക് പേര് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നെയ്ത്ത് പണിയാണ്, നമ്മുടെ സ്വയം തൊഴിൽ. നമ്മൾ പിന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന്റെ പണിയിലെടുക്കും. ആ സമയത്ത് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ചെറിയ പുസ്തകം നോക്കുന്ന സംഭവമുണ്ട്. അപ്പൊ അതിനകത്ത് ഇട്ടൊരു പേരാണ് കൊസ്രാക്കുള്ളി, ഒരു നാടകത്തിന്റെ പേരാണ്. അങ്ങനെ ഒരു കൊസ്രാക്കുള്ളി പേരിട്ടിട്ട് നമ്മൾ ആദ്യമായിട്ട് ചോദ്യോത്തര പരിപാടി. അതൊരു നാടകത്തിന്റെ പേരാന്നല്ല പിന്നെ അറിഞ്ഞേ. അത് പിന്നെ അദ്ദേഹത്തിന്റെ പേരെന്ന് ഓർമ്മയില്ല, സംവിധായകല്ലേ. അപ്പം അങ്ങനെയാണ് കൊസ്രാക്കുള്ളി എന്ന് പറഞ്ഞ പേര്. അത് അനിയൻ പിന്നെ ക്യാമറാമാൻ, ഞാൻ അവതാരകൻ. പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും മഹേഷ് മുണ്ടയാട് വന്ന് പുള്ളിക്കാരൻ അതിന്റെ ഡയറക്ടറായി. പുള്ളിക്കാരൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് അവതാരകനായിട്ട് വരുന്നത്. എന്താന്ന് അറിയില്ല, ഇങ്ങനെ ചോദിക്കുക. പിന്നെ വെച്ചാൽ ഒരു ഡയലോഗ് മഹേഷ് ഭായി പറഞ്ഞു തന്നാല്
അത് 10 വട്ടം പറഞ്ഞാൽ എൻ്റെ തലയിൽ കയറില്ല. അന്നേരം കിട്ടണ്ടെല്ലാം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ആടുന്ന് കിട്ടിയിട്ടാണ് നമ്മളൊരു ആങ്കറിങ് സംഭവത്തിലേക്ക് വരുന്നത്. അപ്പൊ ആങ്കറിങ് പിന്നെ അത് ഏഷ്യാനെറ്റിലേക്കും പിന്നെ ജീവൻ TV-യിലേക്കും അങ്ങനെയൊക്കെ ഒരുപാടായിട്ട് പോയി. അതിലൊക്കെ ഈ ഒരു ഓണത്തിന്റെയും വിഷുവിന്റെ കാര്യം പറഞ്ഞു. ഈ ഓണത്തിന്റെ സംഭവത്തില് അതിലേക്ക് 2-3 സിനിമ ചെയ്തു. ഫസ്റ്റ് ഒന്ന് മലബാർ വെഡിങ്, അത് മിനോവ മനോഹരനാണ് എന്നെ അതിൽ കൂട്ടിക്കൊണ്ടുപോയത്. രണ്ടാമത് വൺ വേ ടിക്കറ്റ്, നമ്മൾ അതിനൊപ്പം ടീമെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത പടം. മൂന്നാമത് ബ്ലാക്ക്ബെറി. നാലാമത് പവിയേട്ടൻ്റെ മധുരച്ചൂരിൽ ഇങ്ങനെ ചെയ്തത്. ഈ നമ്മുടെ വൺ വേ ടിക്കറ്റ് എന്ന സിനിമേൻ്റെ ഒരു വിഷുവിൻ്റെ ദിവസം ഷൂട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു. നവീന് പോകാമെന്ന് പറഞ്ഞു. അതായത് വിഷുവിൻ്റെ തലേ ദിവസം പോകാമെന്ന് പറഞ്ഞു. ഞാൻ ലഗേജ് എടുത്ത് വിടാൻ നോക്കുമ്പോഴത്തേക്ക് പോകാനായിട്ടില്ല. വിഷു ആയെന്ന് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മൾ എല്ലാവരും കൂടി വീട്ടിൽ നിന്നാണെന്ന് അടിച്ചു പൊളിക്കുക. അച്ഛനും എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു അടിപൊളി ജോലി. അച്ഛൻ നമ്മളൊരു കമ്പനി കൂടെ ഉണ്ട് ഓണത്തെ വിഷുവിനൊക്കെ. അപ്പോൾ നമ്മൾ കൂടും, കമ്പനിയെ കൂടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ എന്ന് പറയുന്നത് പോകാനായിട്ടില്ല, വിഷു ആയെന്ന് ഷൂട്ടുണ്ട് എന്ന്. എന്താ ഷൂട്ട് വെച്ചാൽ പൃഥ്വിരാജിന്റെ ടീമാണ്, ഫുട്ബോൾ കളിയാണ്. അപ്പം പൃഥ്വിരാജ് ടീമിന്റെ ഗോളിയാണ് ഞാൻ. അപ്പം പിന്നെ എതിർ ടീം 2 ഗോൾ എൻ്റെ ടീമിൽ അടിക്കും. ഒന്ന് വീഴണം, മറ്റൊന്ന് പിടിക്കണം. അപ്പം ഞാൻ ട്രൗസറും ബനിയനും ഇട്ടിട്ട് ജീവിതത്തിൽ ഇന്നേ വരെ ഫുട്ബോൾ കാലുകൊണ്ട് തൊടാത്ത ഞാനാണ് ഫുട്ബോളിന്റെ ഗോളി. കിടികട വറക്കുന്നുണ്ട്. വയലിനാണ് ഷൂട്ട് ചെയ്യുന്നത്. 100-200 ആൾക്കാരുണ്ട് കാണികളായിട്ട്. അപ്പം പിന്നെ പാട്ടിന്റെ സീനിലാണ്. അപ്പം പിന്നെ മറ്റേ ടീം വന്ന് അടിക്കുന്നത്. ഞാൻ ഒന്ന് വീണ് കിട്ടിയില്ല, 3 വട്ടം വീണേരം കൈ കിട്ടി. അപ്പം ഹായ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് പൊന്തിക്കുന്ന സംഭവമില്ലായി. വിഷു എന്ന് പറഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി സിനിമ കണ്ടേരം ഞാൻ ഞെട്ടിപ്പോയി. ഇത് ഞാൻ തന്നെയാണോ? അല്ലേ, ആ സിനിമയിൽ ഗോൾ അടിക്കുന്ന സീനേ ഇല്ല. പൃഥ്വിരാജ് പിന്നെ എതിർ ടീമിലേക്ക് ഗോൾ അടിക്കുന്നുണ്ട്. അതിനുശേഷം പൃഥ്വിരാജിനെ എടുത്ത് പൊന്തിക്കുന്നുണ്ട്. ഞാൻ ഗോള് പിടിച്ചതോ അതിന്റെ ഒരു നിഴല് പോലും അതിൻ്റെ അകത്തില്ല. അങ്ങനെ സംഭവം വിഷുവും പോയി, പിടിച്ച ബോളും പോയി, കയ്യും പൊട്ടിയ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ആങ്കറിങ്ങിൽ വന്നിട്ട് ഞാൻ പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ കണ്ണൂരിൽ കൊസ്റ്റാക്കൂടി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആങ്കർ എന്നുള്ള സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്റെ അഭിപ്രായത്തില്ല. അങ്ങനെ ആരും അങ്ങനെ ഗാനമേളക്ക് അത് അതും മുന്നിൽ വരാറില്ല. ഗാനമേളയുടെ പിന്നെ അത് ഭയങ്കര സൗണ്ടാണ്. പിന്നെ നമ്മൾ വന്നു ഈ പറഞ്ഞ പോലെ ഇപ്പം ചെറുതായാലും വലുതായാലും. പക്ഷേ അത് ഇംഗ്ലീഷ് പ്രോഗ്രാം എടുക്കാറില്ലേ? സത്യം പറയാം, ഇംഗ്ലീഷ് അറിയില്ല എന്നല്ല, കുറച്ച് കാര്യങ്ങൾ പറയും. ത്രൂ ഔട്ട് ഇപ്പോൾ നമ്മൾ ചില ഡോക്ടർമാരുടെ പരിപാടി പിന്നെ ത്രൂ ഔട്ട് ഇംഗ്ലീഷാണ്. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് പറയുന്ന ആളായിക്കോ പറ്റില്ല. അതിൽ ഒരു പരിപാടിക്ക് ഉണ്ട് ഞെട്ടിപ്പോതാ. എൻ്റെ ഒരു പ്രോഗ്രാം എനിക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. അതായത് സാധാരണ തൊഴിലാളികളുടെ പ്രോഗ്രാമാണ്. പക്ഷെ എന്നെ വിളിച്ചു പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞു റെഡി. എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. എന്നെ വിളിച്ചാൽ പറഞ്ഞു തുടക്കം മുതൽ ഇംഗ്ലീഷ് സംസാരിക്കണം. ഞാൻ പറഞ്ഞു സംസാരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ പോരെങ്കിൽ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കുന്നു പറഞ്ഞിട്ട് കാസർഗോഡ് മറ്റൊരു പെൺകുട്ടി വന്നു. ആ കുട്ടി വന്നിട്ട് അപ്പോൾ ആദ്യം ഓളെ ഞാൻ പറഞ്ഞു നീ ആദ്യം പറ ഇംഗ്ലീഷിനെ തുടങ്ങി. ഓള് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ദിസ് പ്രോഗ്രാം അപ്പോഴാണ് ഇത് കണ്ണൂര് നമ്മൾ മലയാളി കണ്ണൂർക്കാർ എന്തിനാ പറയുന്നത് മനസ്സിലാകട്ടെ, മലയാളത്തിൽ പറയാം. അപ്പൊ കുട്ടി പറഞ്ഞു നബിയായിട്ട് സംസാരം. അപ്പൊ തുടങ്ങാല്ലേ? അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് വേണ്ടി പോയിട്ടല്ല അതൊക്കറിയാം. അവിടെ ഇംഗ്ലീഷ് വേണ്ട വരില്ല എന്നുള്ളൊരു മുൻധാരണ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഈ പരിപാടി നടത്തുന്ന അത്ര ഒരു പിന്നെ അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞാല് ചിലപ്പോൾ ഇംഗ്ലീഷ് മാത്രം എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ പിന്മാറാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള യങ്കേഴ്സ് നമ്മളെ പുതിയ നന്ദനെ പോലുള്ള ആൾക്കാരും തന്നെ ദിവ്യേനെ പോലെ ആൾക്കാരൊക്കെ നിങ്ങളെല്ലാവരും പുതിയ വരുന്ന കുട്ടികളെല്ലാവരും നന്നായിട്ട് ആങ്കറിങ് വരുന്ന കുട്ടികളൊക്കെ നന്നായിട്ട് വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. ഇംഗ്ലീഷൊക്കെ നല്ല ഫ്ലുവൻ്റ് സംസാരിക്കുന്ന ആൾക്കാരാണ് എല്ലാവർക്കും. പക്ഷേ ഞാനിപ്പോഴും മലയാളത്തിന് മാത്രം ഇഷ്ടപ്പെടുന്നത് അത് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണ്, വേറെ കാര്യമല്ല. ചെറിയ ചെറിയ കുറച്ച് പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസം ഇതിനൊന്നും ഘടകമല്ല. നന്നായിട്ട് വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർക്ക് ഇതുപോലെ ചെയ്യണം. ഇംഗ്ലീഷിൽ MPhil ഒക്കെ എടുത്ത ആൾക്കാരെ PGയും അതിനുശേഷമൊക്കെ ഒരു വാക്കുപോലും ഇംഗ്ലീഷ് സംസാരിക്കാതെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസ് നമുക്ക് ആളെ കയ്യിലെടുക്കാൻ വേണ്ടി വിദ്യാഭ്യാസം ഒരു നമ്മള് എവിടെ എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നത് ആ രീതിയിൽ നമ്മൾ അപ്പൊ ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തണം. ഇത് ഓണമാണ്, നമ്മളെല്ലാം അവതാരകരാണ്. അപ്പോ ഇപ്പോ ഉള്ള അവതാരകരെ കുറിച്ചുള്ള അവരുടെ അവതരണത്തെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണ്? അത് നമ്മൾ എന്തായാലും പറയണം. കാരണം ഇപ്പൊ ഉള്ള അവതാരം എന്ന് വെച്ചാൽ നമ്മൾ കുറെ അവതാരകർ നമ്മൾ ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്ത് വന്ന ആൾക്കാർ കുറച്ച് എക്സ്പീരിയൻസ്, ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടെന്നൊന്നും പറയുന്നില്ല, എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള അവതാരകരും ഇതിനു മുന്നേ ഉണ്ടായിരുന്ന അവതാരകരും തമ്മിലുള്ള ഒരു
വ്യത്യാസം എന്താണ്? ഇതിപ്പോ ഒരു കുട്ടിയോട് അച്ഛനെയാണോ ഇഷ്ടം അമ്മയാണോ ഇഷ്ടം അങ്ങനെയല്ല, അങ്ങനെയായിട്ട് പറയാം. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റ തുറന്നാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് മുക്കിന് ഓൺലൈൻ ചാനലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ എല്ലാ അവതാരകരായി. ഇപ്പൊ നമുക്കൊരു സെലിബ്രിറ്റി ആവണമെന്നൊന്നുമില്ല, വീട്ടിലിരിക്കുന്ന ആരെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്താലും സെലിബ്രിറ്റി ആണ്. അപ്പം നമുക്ക് ഇന്നത്തെ അവതാരകരുടെ നമുക്ക് ഇന്ന് വളരെ സോഷ്യൽ മീഡിയ വളരെ സജീവമായ കാലഘട്ടം. ഫേസ്ബുക്ക് ആയിക്കോട്ടെ, വാട്സാപ്പ് ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ. അപ്പോൾ ഇൻസ്റ്റ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു അവതാരകരുടെ ഒരു പ്രത്യേക രീതിയുണ്ട്. ഗായ്സ് എന്നൊക്കെ വിളിച്ചിട്ട് അലറി വിളിച്ചിട്ട് എന്താ പറയേണ്ടത്, അതിനാണ് ഇന്ന് ആൾക്കാർ കൂടുന്നു എന്നുള്ള വ്യത്യാസം. ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നുമല്ല അവതരണ രീതി എന്നത്. മനസ്സിലല്ലേ? നമ്മൾ വളരെ മാന്യമായ ഭാഷ ഉപയോഗിച്ചിട്ട് എന്ന് വെച്ച് ഭയങ്കര കാവ്യാത്മക ഭാഷകൾ ഉപയോഗിക്കണം എന്നല്ല പറയുന്നത്. നമുക്ക് സദസ്സിനെ അല്ല നമ്മളെ മുന്നിലിരിക്കുന്ന പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അത് നല്ല ഗാനമേളയാണെങ്കിൽ ആ സ്റ്റൈലിലേക്ക് പോകണം, നല്ല ഒരു ക്ലാസിക്കൽ ഓഡിയൻസ് ആണെങ്കിൽ ആ സ്റ്റൈലിലേക്ക് പോകണം, പിന്നെ വളരെ അക്കാഡമിക് ലെവലിൽ നല്ല സ്കോളേഴ്സാണ് നമ്മുടെ മുന്നിൽ ഓഡിയൻസ് എങ്കിൽ ആ ലെവലിലേക്ക്, അത്തരത്തിൽ വളരെ മാന്യമായ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. ആ രീതിയിലേക്ക് വരുന്ന സമയത്താണ് ഒരു അവതാരകൻ എന്നുള്ള രീതിയിൽ പ്രസൻസ് ഓഫ് മൈൻഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് കൈകാര്യം ചെയ്യുന്നതാണ്. അല്ലാതെ എന്തിനും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കാണുന്നു, ഗായ്സ് ഇവിടെ ഒരു ഗായ്സ്, അത് ഗായ്സ്, ഇത് ഗായ്സ് എന്ന് പറഞ്ഞ് സത്യത്തിൽ എനിക്ക് കാണുമ്പോൾ സത്യത്തിൽ വളരെ ഒരു വല്ലാതൊരു ഇതായിട്ട് തോന്നാറാണ് സത്യം. ഏറെക്കുറെ അത് തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ നമ്മൾ ഓഡിയൻസായിട്ട് കറക്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടി ആൾക്കാർക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്ന ഒരു ഭാഷ ഉപയോഗിച്ചിട്ട് പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അതായിരിക്കും സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന രീതിയിൽ വളരെ നീറ്റായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്താൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ അവതരിപ്പിച്ച ആൾക്കാർക്ക് ഇതിന്റെ തലയും വാലും മനസ്സിലാക്കുന്ന രീതിയിലായി പോരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടി വിയിൽ കാണുന്ന നമ്മുടെ റോൾ മോഡൽസ് ആയിട്ടുള്ള ഒരുപാട് അവതാരകന്മാരുണ്ട്. ഒന്ന് നമ്മുടെ രഞ്ജിനി ഹരിദാസ്, പിന്നെ ലക്ഷ്മി, അങ്ങനെ ഒരുപാട് അവരുടെയൊക്കെ ഭാഷ നോക്കണം. അവൾ വളരെ വ്യക്തമായിട്ട് ആരാണോ നമ്മുടെ മുന്നിലുള്ള ക്രൗഡ് എന്ന രീതിയിൽ വളരെ അവരൊന്നും ഈ ഗൈസും മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നതും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും അത്തരത്തിലുള്ള ഒരു അവതരണ ശൈലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സാഹിത്യമായിട്ടൊക്കെ സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു. മെയിൻ സ്ട്രീമിലേക്ക് വരാതെ ബാക്കിൽ നിന്നിട്ടൊക്കെ സംസാരിക്കും. ഇപ്പം എല്ലാവരുടെ മുന്നിൽ നിന്നിട്ട് നമുക്ക് കൂളായിട്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇപ്പം എനിക്ക് TV ചാനലുകളിലായാലും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് അല്ലേ. ഒരു സാഹിത്യമൊന്നും ഉൾപ്പെടുത്താത്ത രീതി ഇപ്പോൾ ഓരോ റിയാലിറ്റി ഷോ പരിപാടികളൊക്കെ ഉണ്ട്, അതിലും നല്ല മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പം പണ്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സാഹിത്യമൊക്കെ ഉൾപ്പെടുത്തി പറയുന്ന അങ്ങനെ ഒരു ആണെന്ന് എനിക്ക് തോന്നുന്നു. ഉദാഹരണം നമ്മുടെ സിംഫണി എന്ന പരിപാടി കൈരളി അവതരിപ്പിച്ച കൃഷ്ണകുമാർ സാർ, അദ്ദേഹത്തിന്റെ രീതി ഒരു പ്രത്യേകത, ഒരു സാഹിത്യ ഭാഷയെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് അങ്ങനെയുള്ള രീതികളാണ് അയാൾ. അതൊക്കെ പണ്ടായിരുന്നു. ചിലപ്പോൾ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നവ്യേട്ടൻ ചെയ്യുന്നില്ല, ഇപ്പൊ നവ്യേട്ടൻ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാ, ഒരാൾക്കും ഓരോ ക്വാളിറ്റി ആയിരിക്കും. ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ള റീസൺ എന്താണെന്നറിയോ? നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഗസ്റ്റ് ആരും ആവട്ടെ, അവർക്ക് നമ്മളൊരു റെസ്പെക്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂസ് എല്ലാം ചെയ്യാറ്. ഓഡിയൻസിന് നമ്മൾ റെസ്പെക്ട് കൊടുത്തിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്യാറ്. ഇപ്പോൾ ഉള്ള അവതാരകർ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഒരു ഹോട്ട് സീറ്റിൽ പിടിച്ചിരുത്തി അയാളെ അടി അടിച്ചിട്ട് പോകുമെന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയ്ക്ക് ഷൗട്ട് ചെയ്ത് തെറി വിളിച്ചിട്ടൊക്കെയാണ് ഓരോ ആങ്കർമാരും ഷോസ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്ക് ഇത്രയും സമയമായിട്ട് അല്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് മനസ്സിലായിട്ടില്ല. എത്ര റീച്ച് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ ചേട്ടനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരുത്തിയിട്ട് ചേട്ടൻ അവിടെ ഇരിക്കും, ചേട്ടന്റെ വീട്ടില് നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറയുന്നത് വെച്ചാല് നമ്മളിപ്പോ ഒരു ആരെയാണ് നമ്മള് ഇന്റർവ്യൂ ചെയ്യുന്ന ആരെയാണ് നമ്മുടെ അടുത്ത് വരുന്ന ഗസ്റ്റിനാണ്, നമ്മുടെ ഒരു അതിഥിയാണ്. നമ്മുടെ അതിഥി ദേവോ ഭവ എന്നുള്ളൊരു പണ്ടേ ഉള്ളൊരു വാക്കുണ്ട്. അത് സത്യമായിരിക്കണം. നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ഇപ്പോൾ നമ്മളൊരു അതിഥി നമ്മുടെ മുന്നിൽ വന്നിരുന്നാൽ അയാൾ ആടെ ഇരുന്നതിന് ശേഷം നമ്മൾ കാലിന് മുകളിൽ കാൽ വെച്ചത് പറയൂ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ അതെന്തിനാണ് നിങ്ങൾ ചെയ്തത്? ഇപ്പോൾ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് അവാർഡ് നിങ്ങൾക്ക് കിട്ടേണ്ട നേനുവാ, അത് മറ്റവർക്ക് കിട്ടണ്ടല്ലേ? ഇതല്ല ഞാൻ അറിഞ്ഞിരിക്കുക സ്ഥലത്ത് നമ്മളോട് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തുകൊണ്ട് പ്രേക്ഷകർ ആ വ്യക്തിയുടെ അരികിൽ നിന്നും ആ വ്യക്തിയുടെ എന്ത് കാര്യമാണോ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഒരു പാട്ടുകാരാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചോദിക്കുക, അല്ലാതെ പുള്ളിക്കാരന് ലോൺ ഉണ്ടോ, വീട്ടിൽ ബൈക്ക് എടുത്ത് ലോണാണോ പറഞ്ഞിട്ട് വണ്ടി പിടിക്കാൻ വേണ്ടി വന്നിനോ, ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഒരാളെ ഇന്റർവ്യൂ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കരുത്.
ചോദിക്കാൻ പാടില്ല. കാരണം നമ്മൾ വന്ന വ്യക്തിയെ ചെയ്യും. അതുപോലെ അതാണ് ഞാൻ നമ്മൾ റെസ്പെക്ട് കൊടുക്കുക. അത് നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ അത് ഇല്ലെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ പറയും എന്നാ വേണ്ടെന്നറിയും. അപ്പൊ ഇതുപോലെ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ അല്ല, ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മള് പിന്നെ നമ്മുടെ ഓണമാണ്. അപ്പോൾ ഓണത്തിന്റെ കാര്യം പറഞ്ഞാണ്ട് ഇപ്പം ഓണം കഴിഞ്ഞാലും നമ്മൾ ഒരുപാട് ഓണ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഈ ഇവിടെ ഇരിക്കുന്ന നമ്മൾ 5 ആൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ആങ്കർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ആങ്കറിങ് എന്ന് പറയുന്ന ജോലിയിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നമ്മളിപ്പോൾ ആൾക്കാരൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് പരമാവധി പരിപാടികൾ നിങ്ങളുടെ വരുമ്പം നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളെ കൊണ്ട് തന്നെ ആങ്കർ ചെയ്യിക്കാതെ നമ്മളെ പോലുള്ള ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കായിട്ട് കൊടുക്കുക, അവർക്കാണ് കൊടുത്തിട്ട് അധികം തുച്ഛമല്ലാത്ത അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പൈസയും കൊടുത്തിട്ട് പിന്നെ ജോലി കൊടുക്കുകയാണെങ്കിൽ, കാരണം നിങ്ങളുടെ ജോലി ഒരു ഓട്ടോ എടുക്കുന്ന ആൾ ജോലി ഓട്ടോ എടുക്കലാണ്, തെങ്ങ് കയറ്റുന്ന അതാണ്, അവതാരൻ്റെ പണിയുണ്ട്. അവരുടെ പണി എടുക്കാൻ വേണ്ടി വിടുക, അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വരുമാനം കൊടുത്തിട്ട് ഹാപ്പി ആയിട്ട് വിടുക. അതുകൊണ്ട് ചെറുതും വലുതുമായിട്ട് എന്ത് പരിപാടി ആയാലും നമ്മളെ നല്ല ഇനി പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കും കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് പുതിയ ആൾക്കാരെ കൊണ്ടുവരിക, ഇതൊക്കെ വേണം. കാരണം ഈ പിന്നെ എല്ലാം നമ്മൾ പറയാം, തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നും എന്ന് പറയുന്ന പോലെ പിന്നെ നമ്മൾക്ക് ഒരുപാടായിട്ട് ചെയ്യാണ്. പക്ഷെ നമ്മളെ കാണുമ്പോൾ മുഷിപ്പ് വരുന്നില്ല, അവർക്കായിരിക്കും. എല്ലാവരും നന്നായിട്ട് ഓണം ആഘോഷിക്കുക, അടിച്ചു പൊളിക്കുക. എല്ലാവരും ഒരു കൂടെ ഓണാശംസ പറഞ്ഞു. ഒന്നുകൂടി പറയാം, നമ്മളിപ്പോൾ ഇരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നന്മ ടൂറിസ്റ്റ് ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. ഒരുപാട് ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. ഇത് 5-6 വർഷമായിട്ടുണ്ട്. നമ്മുടെ പറശ്ശിനിക്കടവ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പല സ്ഥലങ്ങളിലായിട്ടാണ് ഇവർ സർവീസ് നടത്തുന്നത്. 2 ബോട്ടുകളുണ്ട്. അതിൽ ഒന്നിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലബാറിൽ ആദ്യമായിട്ട് വലിയൊരു കല്യാണ ഫംഗ്ഷൻ നടന്നത്. അത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഫംഗ്ഷൻ, നമ്മുടെ ഈ ക്ലബിൻ്റെ പരിപാടി, അതുപോലെ തന്നെ കുട്ടികളുടെ പരിപാടി, അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ടാവും. മാത്രമല്ല ഈ ബോട്ടിൽ തന്നെ നല്ല പാട്ടുകാരുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മളെപ്പോലുള്ള ഏങ്കേഴ്സും വരും. അപ്പോൾ എല്ലാവരും വരിക. നമ്മുടെ നന്മ ടൂറിസ്റ്റ് ബോട്ട് ക്ലബ്ബ് അവരുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ ചെറുതും വലുതുമായിട്ട് എന്ത് പ്രോഗ്രാമും വെള്ളത്തിലൂടെ സുഖമായി. ഇനി ഈ വർഷം ഓണം ആഘോഷിക്കണമെങ്കിൽ അതും വെള്ളത്തിലാവും. ഓണത്തിന് ഇവിടെ വരാം, ഇവിടെ മാവേലിക്ക് വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ ബോട്ട് തന്നെ ആഘോഷിക്കാം. ഓണാഘോഷം എന്ന് വെച്ചാൽ ചെറിയ 2 ദിവസങ്ങൾ മാത്രമല്ല, ഇപ്പൊ മാസങ്ങൾ കണക്ക് ഓണാഘോഷമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വന്നിട്ട് നമ്മുടെ ബോട്ടിലൊക്കെ വന്നിട്ട് ഓണം ആഘോഷിക്കണം. പിന്നെ കോൺടാക്ട് നമ്പർ കൂടി ഞാനൊന്ന് പറയാണേ, നോട്ട് ചെയ്യാം. 9946107842. മറ്റൊരു നമ്പർ 9995616025. മറ്റൊരു നമ്പർ 9447646651. അപ്പോൾ നിങ്ങളുടെ ഏതൊരാഘോഷവും നമ്മുടെ നന്മ ടൂറിസ്റ്റ് ബോട്ട് ക്ലബിലൂടെ. അപ്പോൾ ഇനി പറ, അപ്പോൾ എല്ലാവരും ഒന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ഓണാശംസ കൂടി പറഞ്ഞിട്ട് നമുക്കോട്ട് പോവാം അല്ലേ? ശ്രീ പറഞ്ഞു ആദ്യം. നന്മയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഓണം ആശംസിക്കുന്നു എല്ലാവർക്കും. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കണ്ണൂർ വിഷൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. ഇനിയുള്ള നാളുകളും നിങ്ങൾക്ക് നല്ല നാളുകളായി തീരട്ടെ. പുലിക്കളിയും പൂക്കളവും ഒക്കെ ആയിട്ടുള്ള ഒരു ആഘോഷം നിങ്ങൾ തീർക്കുമ്പോൾ മനസ്സിലും ഒരുപാട് ഐശ്വര്യവും നന്മയും ഉണ്ടാവട്ടെ. എല്ലാ ഭാവങ്ങളും നേരുന്നു. നമ്മുടെ എല്ലാവരുടെയും ആശംസ. തീർച്ചയായിട്ടും വളരെ നല്ലൊരു ആശംസകളാണ് നമ്മുടെ കണ്ണൂർ വിഷൻ പ്രേക്ഷകർക്ക് നമ്മുടെ പ്രിയപ്പെട്ട അവതാരകരെല്ലാം ചേർന്ന് നൽകുന്നത്. നമുക്കറിയാം, പഴയ കാലഘട്ടത്തിലേക്ക് ഓണാഘോഷ പരിപാടികളൊക്കെ പഴയ കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പുലിക്കളികളും അതുപോലെ ഓണത്തല്ലും ഓണപ്പൂക്കളം ഒരുക്കലൊക്കെ നല്ല സജീവമായൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സമ്പന്നതയുടെ ഓണാശംസകൾ നേരുന്നു. ഇതുപോലെ തന്നെ എല്ലാവരും പരസ്പരം സ്നേഹിച്ച് പരസ്പരം ബഹുമാനിച്ച് തന്നെ എല്ലാവരും തുടർന്നും ഇങ്ങനെ സന്തോഷമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും സൗഹൃദത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഗംഭീര ഓണം ആശംസിക്കുകയാണ്. എല്ലാ കണ്ണൂർ വിഷൻ പ്രേക്ഷകർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല ഐശ്വര്യമുള്ള ഓണം ആശംസിക്കുന്നു. നമ്മളിപ്പോൾ നമ്മൾ ഈ പ്രിയപ്പെട്ട നമ്മൾ 5 നമ്മൾ സഹോദരി സഹോദരന്മാർ 5 പേരെ, കണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട അവതാരകർ, വേറെയും അവതാരകരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും വരാൻ പറ്റിയില്ല, ചില പ്രോഗ്രാംസൊക്കെ ഉള്ളതുകൊണ്ട്. എന്തായാലും നമ്മളെല്ലാവരും സന്തോഷിക്കുകയാണ്. നമ്മൾ സന്തോഷം വരുമ്പോൾ പരമാവധി നമ്മളത് എൻജോയ് ചെയ്യുക, ദുഃഖം വരുമ്പോൾ അതും എൻജോയ് ചെയ്യുക. കാരണം എല്ലാ നിമിഷവും കടന്നു പോകും. സന്തോഷത്തിൻ്റെ നിമിഷവും കടന്നു പോകും, ദുഃഖത്തിൻ്റെ നിമിഷവും കടന്നു പോകും, രാത്രിയും കടന്നു പോകും, പകലും കടന്നു പോകും. പക്ഷെ ഒറ്റ കാര്യം, മനസ്സിൽ എന്നും നന്മ സൂക്ഷിക്കുക. കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കുക. കാരണം ചിരി കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ചിരിക്കുക, സന്തോഷിക്കുക. നമ്മൾ സന്തോഷിക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും, ഓണം നിറങ്ങളുടെ ആഘോഷമാണ്. കാരണം പൂക്കളിൽ നിറങ്ങളുണ്ട്, ഓണസദ്യയിൽ നിറങ്ങളുണ്ട്, ഓണക്കോടിയിൽ നിറങ്ങളുണ്ട്. അപ്പം എല്ലാത്തിനും നിറങ്ങളുടെ ആഘോഷമാണ്.
നിറങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരുപാട് ഘടകങ്ങളാണ്. അപ്പോൾ എല്ലാവരും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും പൂക്കളുടെയും മറ്റൊന്നല്ല പിന്നെ കള്ളവും ചതിയും തട്ടിപ്പും വെട്ടിപ്പും ഒന്നുമില്ലാത്ത നല്ലൊരു ഭരണം കാഴ്ചവെച്ച മഹാബലി തമ്പുരാനെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് അങ്ങനെയുള്ള നാളുകൾ ഇനി ഉണ്ടാവട്ടെ. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും വരും തലമുറക്ക് ചതിയും തട്ടിപ്പും ഒന്നുമില്ലാത്ത സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാലം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.